പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ എന്നുള്ളത് മാത്രമല്ല, പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖമായിട്ട് കൊടുക്കാത്ത ചെറിയ ചെറിയ വാർത്തകളും നമുക്ക് പ്രമുഖമെന്ന് തോന്നുന്ന വാർത്തകളും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. മലയാള മനോരമ മുതൽ മംഗളം, ദേശാഭിമാനി, ജനയുഗം, മാതൃഭൂമി, കേരള കൗമുദി അങ്ങനെ ഒട്ടുമിക്ക പത്രങ്ങളും കവർ ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രധാന പത്രവാർത്തകൾ എന്തൊക്കെയാണ് നീതു? പ്രധാനമായിട്ട് നമ്മുടെ മാങ്കൂട്ടത്തിനെതിരെ ചാണ്ടിയുമ്മന്റെ ഒളിയമ്പിനെ കുറിച്ചാണ് ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ. ദേശാഭിമാനി നാളെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ദേശാഭിമാനിയിൽ പ്രധാന വാർത്തയായിട്ട് വരുന്നത് ചാണ്ടിയുമ്മന്റെ ഒരു ഒളിയമ്പാണ്. ചാണ്ടിയുമ്മൻ എപ്പോഴും കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ട്രെൻഡ് ഈ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ ഇടാറുണ്ട്. എപ്പോഴും കോൺഗ്രസിൽ എന്തോ ചാണ്ടിയുമ്മന് ഭയങ്കരമായിട്ട് ഒരു ശത്രുപക്ഷമുണ്ട്, ചാണ്ടിയുമ്മനെ ചവിട്ടാൻ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ദേശാഭിമാനിയാണ്. ആ പതിവ് ദേശാഭിമാനി തെറ്റിച്ചിട്ടില്ല. CPM പ്രവർത്തകരോട് കൈകോർത്തുള്ള ചിത്രം ഫേസ്ബുക്കിൽ മാങ്കൂട്ടത്തിനെതിരെ ചാണ്ടിയുമ്മന്റെ ഒളിയമ്പ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ദേശാഭിമാനി ഇപ്പോൾ ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. CPIM പ്രവർത്തകരുടെ കൈകോർത്ത് പിടിച്ച് സമൂഹ മാധ്യമത്തിൽ ചാണ്ടിയുമ്മൻ MLA പങ്കുവച്ച ചിത്രം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയായി. മുംബൈയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്ത ഷാളും തൊപ്പിയും അണിഞ്ഞ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടന്ന ദിവസമാണ് പങ്കുവച്ചത്. ചാണ്ടിയുമ്മൻ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇല്ലെന്ന് A ഗ്രൂപ്പ് പ്രവർത്തകർക്ക് നൽകിയ സന്ദേശമാണിതെന്ന് ചർച്ച ഉയർന്നിട്ടുണ്ട്. ബെസ്റ്റ് ടൈമിംഗ് എന്നായിരുന്നു മറ്റൊരു കമന്റ്. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള താല്പര്യമില്ലായ്മ ചാണ്ടിയുമ്മൻ തുടക്കം മുതലേ രഹസ്യമായും പരസ്യമായും പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായ ശേഷം രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ കല്ലറയിൽ പോകാൻ ആഗ്രഹമറിയിച്ചെങ്കിലും ചാണ്ടിയുമ്മൻ വഴങ്ങിയില്ല. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളില്ലാതെ കല്ലറ സന്ദർശിക്കേണ്ടി വന്നു. അതേസമയം LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ കല്ലറ സന്ദർശിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയെയും A ഗ്രൂപ്പിനെയും വഞ്ചിച്ച് VD സതീശനൊപ്പം നിലയുറപ്പിച്ച ഷാഫി പറമ്പലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമുള്ള എതിർപ്പാണ് ഈ പോസ്റ്റിന് പിന്നിലെന്നും ചർച്ചയുണ്ട്. ചാണ്ടിയുമ്മന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം വൈറലായി. പാലക്കാട് ആർക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന പരോക്ഷ ആഹ്വാനം കൂടിയാണ് ചാണ്ടിയുമ്മന്റെ പോസ്റ്റ് എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായമുയർന്നു. അതായത് പാലക്കാട് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സമയം, അതായത് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് CPIM പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ കൈകോർത്ത് പിടിച്ചുള്ള ചാണ്ടിയുമ്മന്റെ ചിത്രം ചാണ്ടിയുമ്മൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. ബെസ്റ്റ് ടൈമിംഗ് എന്ന് തന്നെ പറയാം അല്ലെ? അന്ന് ഇതിന്റെ ഇലക്ഷന്റെ സമയത്ത് ഇവര് തമ്മിൽ കാണുന്നതിൽ ഭയങ്കര പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അദ്ദേഹം അത് നിഷേധിച്ചു പ്രത്യക്ഷത്തില്. പക്ഷെ പരോക്ഷമായിട്ട് തനിക്ക് എതിർപ്പുണ്ടെന്നുള്ളൊരു സൂചനയാണ് ചാണ്ടിയുമ്മൻ അതിലൂടെ നൽകിയതെന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ ചർച്ചയാണ് കോൺഗ്രസിൽ തന്നെ. കാരണം വളരെ യങ് ആയിട്ടുള്ളൊരു നേതാവാണ്. അതുകൊണ്ടാണോ അത് മാത്രമല്ല അദ്ദേഹം യോഗ്യനാണോ, സോഷ്യൽ മീഡിയ പോലെയല്ല രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാണ് സരിനടക്കം ഒരു താല്പര്യം പ്രകടിപ്പിച്ച് പാർട്ടി വരെ മാറിയത്. സരിൻ കോൺഗ്രസ് ആയിരുന്നു. LDFിലേക്ക് മാറിയത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം കാരണമാണ്. അപ്പോ അത്രത്തോളം വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉമ്മൻചാണ്ടിയുടെ മകനും വലിയ താല്പര്യമില്ല എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനിയുടെ ആദ്യത്തെ വാർത്തയായിട്ട് അവർ കൊടുക്കുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് വക്താവാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു MLA ആണ്. കോൺഗ്രസിന്റെ MLA ആണ് ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ, കോൺഗ്രസിനെ അത്രയും വളർത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ. അദ്ദേഹമാണ് ഏറ്റവും ജനകീയ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിലും പറയാം കോൺഗ്രസിൽ, കരുണാകരൻ സാർ കഴിഞ്ഞാല്. അപ്പോ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ, കോൺഗ്രസിന്റെ ഒരു രക്തം ഓടുന്ന മകൻ
കോൺഗ്രസിലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയോട് ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന വാർത്തയാണ്. അപ്പൊ അതൊരു ട്രെൻഡാണെന്നുള്ള രീതിയിലാണ് ഇപ്പോ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സൂചനയാണ് CPIM പ്രവർത്തകർക്ക് ഒപ്പം ഇങ്ങനെ കൈകോർത്തുകൊണ്ടുള്ള ചിത്രം ചാണ്ടിയുമ്മൻ പങ്കുവെക്കാൻ കാരണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പങ്കുവെക്കേണ്ട ആവശ്യമില്ലല്ലേ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോ ചാണ്ടിയുമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്. ആ ചിത്രം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്തൊരു ടൈമിംഗ് ആണെന്ന്. വെറുതെ ഡയലോഗുകളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലൊരു ചിത്രം പങ്കുവെച്ചാൽ മതി. പിന്നെ കാരണം എന്താ, ചുവന്ന ഷാളൊക്കെയാണ് അവർ ഇട്ടേക്കുന്നത് CPIMന്റെ. അപ്പൊ CPIMന്റെ ഒപ്പമാണ് തന്റെ നിലപാട്. ഇനി ചാണ്ടിയുമ്മനും CPIMലേക്ക് പോകുമോ? അയ്യോ, ചിന്തിക്കും. കാരണം അതൊരു സൂചനയാണോ? ഇനി കൂടുതൽ ചവിട്ടിയാൽ അല്ലെ, കോൺഗ്രസ്സുകാർ കൂടുതൽ ഇനി വിളച്ചിലെടുത്താൽ ഇനി ചാണ്ടിയുമ്മനും പോകുമോ എന്നൊരു ചിന്ത. മകനായ ഒരാള് CPIMലേക്ക് പോവാന്നൊക്കെ പറയുമ്പോ പുതുപ്പള്ളിയൊക്കെ ഇളകി മറിയും അല്ലേ. അതൊരു ഭയങ്കര സംഭവമായിരിക്കും, ചരിത്ര സംഭവം. ഇപ്പൊ സന്ദീപ് വാര്യർ വന്ന പോലെ ഒന്നും ആയിരിക്കൂല. സന്ദീപ് വാര്യർ വന്നതിന്റെ ഒക്കെ 10 ഇരട്ടി മടങ്ങ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും ചാണ്ടിയുമ്മൻ എങ്ങാനും CPIMൽ പോയി ചേർന്നെങ്കിൽ. അതായത് നമ്മളൊരു ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്നു ചാണ്ടിയുമ്മന് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് കൂടുതൽ പരുക്കൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം വളരെ ഭയങ്കരമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചാണ്ടിയുമ്മൻ ഭയങ്കര രൂക്ഷമായ മറുപടികളൊന്നുമല്ല തന്നത്. ഇപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വഭാവം പോലെ അല്ലല്ലോ പിണറായി വിജയൻ സാറിന്റെ സ്വഭാവം. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി സാറ്. പക്ഷെ പിണറായി വിജയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനങ്ങൾക്ക്, സാധാരണ ജനത്തിന് പോയിട്ട് ഒരു ഉദ്യോഗസ്ഥന് പോലും ഭയമാണ് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോകാനും. മറ്റേ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാവും പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അത്രത്തോളം ഭയത്തിൽ ആളുകൾ അകറ്റി നിർത്തുന്ന ഒരു പെരുമാറ്റമാണ് ഇതുവരെ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അപ്പൊ അതേ പറ്റിയൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ, അദ്ദേഹത്തിൻ്റെതായ സ്വഭാവമുണ്ട്. മറ്റൊരാളെ കുറ്റപ്പെടുത്താത്ത രീതിയിലാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ വിമർശിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല. ഇനി വേറെ ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനൊന്നും പുള്ളി ഒരു ഭയങ്കര വിമർശന മറുപടി, മറ്റു കോൺഗ്രസ്സുകാരെ പോലെ CPIMനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടല്ല ചാണ്ടിയുമ്മൻ അന്നും സ്വീകരിച്ചത്. ആ ഇന്റർവ്യൂ എടുത്തിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ ഇനി ചാണ്ടിയുമ്മന്റെ ഒരു മനംമാറ്റമാണോ ഈ കാണുന്നത്, ഒരു സൂചനയാണോ എന്നൊന്നും അറിയില്ല. ഒരു രാത്രി വെളുത്താണല്ലോ അതെ, പക്ഷെ എത്ര രാത്രികളിൽ അത് ചിന്തിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല. നമ്മൾ വാർത്തയായിട്ട് കണ്ടത് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിലാണ്. പക്ഷെ എത്ര രാത്രികളിലുള്ള ചിന്തയായിരിക്കാം ചിലപ്പോ അത്. വാർത്ത റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ്, ഒറ്റ രാത്രി വെളുത്തപ്പോഴത്തേനും. അതെ അതെ അതെ, അല്ല അത് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഞാൻ ഇങ്ങനെ മാറും, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളത് തീരുമാനം മാറ്റുമോ എന്ന് ഇട്ട് കൊടുക്കുമ്പോ, നീ മാറിയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന നിലപാടാണെങ്കിൽ എന്നാ ഇതാ ഞാൻ മാറുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പിന്നെ എത്തുന്നത്. സന്ദീപ് വാര്യരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർക്കും റീസൺ ആ പർട്ടിക്കുലർ പാർട്ടിയിൽ BJPയിൽ വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കുന്നതെന്നും എന്നാൽ സ്നേഹത്തിന്റെ കടയാണ് എനിക്ക് താല്പര്യമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നെങ്കിൽ കൂടിയും സന്ദീപ് വാര്യരുടെ ഒരു മാറ്റത്തിന് കാരണവും ആ പാർട്ടി അദ്ദേഹത്തെ വിലമതിക്കുന്നില്ല, അദ്ദേഹം ഇല്ലെങ്കിലും ആ പാർട്ടിക്ക് കുഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെയാണോ ചാണ്ടിയുമ്മന്റെ ഇപ്പോഴത്തെ കോൺഗ്രസിലെ നിലനിൽപ്പ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ എന്തായാലും CPIMന്റെ അരിവാൾ ചുറ്റിക ചിഹ്നത്തിനൊപ്പമുള്ള ആളുകൾക്കൊപ്പം ഈ ചിത്രം പങ്കുവെച്ചത് തന്നെ ഭയങ്കരമായ ഒരു ചർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പല മാധ്യമങ്ങളും അത് മൂടിയിട്ടുണ്ട്. പക്ഷെ ദേശാഭിമാനിക്ക് അവർക്കത് മൂടി വെക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രൊമോഷനാണത്. ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ തന്നെ, കോൺഗ്രസ് രക്തം ഒഴുകുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ തന്നെ CPIMന്റെ ആളുകൾക്കൊപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം, ഇടതും വലതും. അത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വെക്കുമ്പോ അതൊരു ഭയങ്കരമായ ചർച്ച എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. ഇനി ചാണ്ടിയുമ്മൻ കോൺഗ്രസിൽ നിന്ന് മാറുമോ അതോ വേറൊരു എന്തെങ്കിലും ഒരു നിലപാടെടുക്കുമോ എന്നുള്ളത് വഴി അറിയാം. കാരണം ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു പരുക്കനായിട്ടുള്ള, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില അപ്രിയ നിലപാടുകളൊക്കെ എടുക്കാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചുമ്മാ ഒരു വാഴപ്പിണ്ടി പോലെയല്ല. ഞാനങ്ങനെ പറയാൻ കാരണം ചുമ്മാ എന്തിനും ഇങ്ങനെ ഒതുങ്ങി ആ പാർട്ടി അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലും അല്ല.
അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ വിദ്യാഭ്യാസമുണ്ട്, വ്യക്തമായ നിലപാടുകളുണ്ടെന്നൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അച്ഛന്റെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം കണ്ടുവന്ന ഒരാളാണല്ലോ കുട്ടിക്കാലം മുതൽ. അതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വളർത്തിയെടുക്കാനുള്ള ഒരു ജീവിത സാഹചര്യവും വിദ്യാഭ്യാസവും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലൂടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിക്കുന്നുമുണ്ട്. എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ BJP-യുടെ കീഴിലുള്ള അഭിഭാഷകരിൽ അദ്ദേഹത്തിന്റെ പേരും വന്നു എന്നുള്ളൊരു വാർത്ത കുറച്ചാൾ മുമ്പ് ഉണ്ടായിരുന്നു. BJP നിയോഗിക്കുന്ന ചില അഭിഭാഷകരിൽ. ആ വാർത്തകളിലും ചാണ്ടിയുമ്മൻ ഇടം പിടിച്ചപ്പോ ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചാണ്ടിയുമ്മൻ ഇപ്പൊ CPM-ലോട്ടും ഇതുപോലൊരു ചായ്വ് കാണിക്കുന്നത് അതും വാർത്തയായിരിക്കണം. കോൺഗ്രസ്സുകാർക്കുള്ള ഒരു സന്ദേശമാണിത്. കോൺഗ്രസ്സുകാർ അതെങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ മറുപടി കൊടുക്കുന്നു അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. മുരളീധരൻ എന്നൊക്കെ പോലെ, K മുരളീധരനൊക്കെ പോലെ എന്തു വന്നാലും ഞാൻ പാർട്ടിയിൽ നിൽക്കുള്ളൂ, ഇനി വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിലോ അല്ലെങ്കിലോ പാർട്ടിയിലേ ഞാൻ നിൽക്കുള്ളൂ, പക്ഷെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, വേറൊരു പാർട്ടിയിൽ പോകുന്നില്ല എന്നുള്ള നിലപാടായിരിക്കില്ല ചിലപ്പോ ചാണ്ടിയുമ്മനൊക്കെ സ്വീകരിക്കുക. അതുകൊണ്ട് ഇതൊരു സന്ദേശമായി കണക്കാക്കുക കോൺഗ്രസ്സുകാർ. അവർക്ക് എന്തായാലും ആഘോഷമാണ്, ആർക്ക്? എതിർ പാർട്ടികൾക്ക് അല്ലെ. ഇനിയിപ്പോ പറയാം CPM കോൺഗ്രസ് ഡീൽ എന്നൊക്കെ കിട്ടി. അപ്പൊ അത് ചാണ്ടിയുമ്മനാണ്. അതെ, സാധ്യതയുണ്ട്. എന്തായാലും എന്താവും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എന്റെ സ്വത്ത് RSSന് തന്നെ അല്ലെ. അതെന്തായിരുന്നു നീതു? അത് എന്താണ് സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് കാര്യാലയം നിർമ്മിക്കാൻ തറവാട് വക ഭൂമി RSSന് തന്നെ വിട്ടു നൽകുമെന്ന് BJP-യിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച സന്ദീപ് വാര്യർ RSS ശാഖ നടത്താനല്ല, ഓഫീസ് നിർമ്മിക്കാനാണ് ഭൂമി നൽകുന്നത്. കോൺഗ്രസുമായി ആലോചിച്ച് തുടർ നടപടി തീരുമാനിക്കുമെന്നും സന്ദീപ് വാര്യർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നെങ്കിലും നേരത്തെ RSSന് നൽകിയ വാക്ക് മാറ്റില്ല. വളരെ മുമ്പ് നൽകിയ വാഗ്ദാനമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭൂമിയിൽ കാര്യാലയം നിർമ്മിക്കാൻ RSSനായിട്ടില്ല. ഇനിയും 1 വർഷം കൂടി നൽകും. അതിനുള്ളിൽ അവർക്ക് ഭൂമി ഏറ്റെടുത്ത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. RSS ആവശ്യപ്പെടുന്ന എവിടെ വേണമെങ്കിലും ഒപ്പിടാൻ തയ്യാറാണ്. അമ്മയ്ക്ക് അവകാശം കിട്ടിയ ഭൂമിയാണത്. അമ്മ രോഗബാധിതയായി കിടക്കുന്ന സമയത്തായതിനാൽ RSSന് രേഖകളൊന്നും നൽകാൻ കഴിഞ്ഞില്ല. അമ്മ മരിച്ച ശേഷം ഞാനാണ് ആ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത്. BJP-യിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ നിലപാടുകളെല്ലാം കോൺഗ്രസിൽ ചേർന്നതോടെ മാറി. മുൻ നിലപാടുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കൊണ്ട് കാര്യമില്ല. സന്ദീപ് വാര്യർ അപ്പോ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം തുറന്നു പറയാണ്, ചില കാര്യങ്ങൾ മാറ്റുകയാണ്. ഇതുവരെ മോദിയെയും അതുപോലെ അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും അല്ലെ, അങ്ങനെ ഒരുപാട് BJP-യുടെ തലവന്മാരെയൊക്കെ പൊക്കി പിടിച്ചിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് അവരെ താഴ്ത്തി കെട്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. അതാണ് ഇന്നലെ വരെ ഇന്ന് മുതൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇന്നലെ വരെ അത്, ഇന്ന് മുതൽ ഇത് എന്ന് പറയുന്നത് പോലെ. ബൈ ഇലക്ഷന്റെ ഇത് വന്നേ പിന്നാണ് കുറെ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആദ്യം തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചാണ്ടിയുമ്മൻ പ്രവർത്തിച്ചത്, പിന്നെ സരിൻ മാറിയത്, അവര് പിന്നെ ടൈമിംഗ് എടുത്തിട്ടാണ് ഇവരെല്ലാവരും കരുതിക്കുന്നത്. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് രാഷ്ട്രീയം. ടൈമിംഗ് ജീവിതത്തിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് രാഷ്ട്രീയം നോക്കിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ഒരു സാഹചര്യത്തിൽ വേണമായിരുന്നു സന്ദീപ് വാര്യർക്കുള്ള ഈ കൂറുമാറ്റം. ശരിക്കും ഈ ഒരു സാഹചര്യത്തെക്കാൾ വലിയൊരു സാഹചര്യം എപ്പോഴാ അല്ലേ? കാരണം ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടു നിൽക്കുന്നു മുന്നണികള്. ആ സമയത്ത് BJP സന്ദീപ് വാര്യരെ തഴയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഇലക്ഷൻ സമയത്ത് മുന്നോട്ട് വന്ന് പറഞ്ഞ് ആ പാർട്ടി മാറുന്നതിലും വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഇലക്ഷൻ എല്ലാ സമയത്ത് കിട്ടാൻ പോകുന്നില്ല. ഇലക്ഷൻ കൂടുതൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ആളുകളുടെ ഫോക്കസും വരുന്നത്, അതുപോലെ ഒരു സ്ഥാനാർത്ഥിയുടെ വാല്യൂ മനസ്സിലാക്കുന്നത്, ആ ആളുകൾക്കുള്ള ജനപിന്തുണ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് അയാൾ മാറി എന്നെങ്കിലും നമ്മളൊന്ന് ചോദിക്കും. അത് മാത്രമല്ല, വോട്ടർമാരെ സ്വാധീനിക്കും. കാരണം അവിടെ ഒരു വിധിയെഴുത്തുണ്ടാവുക. 1000 പേരെങ്കിൽ 1000 പേര് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കുക. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ ചിലപ്പോ പാർട്ടി മാറിയപ്പോ മാറ്റി കുത്താൻ അതാണ് പോയിന്റ്. അതല്ലാതെ ഇലക്ഷൻ സമയത്തല്ലാതെ ഇങ്ങനെ ഒരു BJP-കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വാർത്ത പോലെ പോകും. ഒരിക്കലും ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല. ബ്രേക്കിംഗ് ന്യൂസ് ആവണമെങ്കിൽ ഈ കളി തന്നെ കളിക്കണം. ഇപ്പൊ ചാണ്ടിയുമ്മൻ കളിക്കുന്ന കളി, സന്ദീപ് വാര്യർ കളിക്കുന്ന കളി, ആ കളി തന്നെ കളിക്കണം. സരിൻ കളിക്കുന്ന കളി, ഇത് തന്നെ കളിക്കണം. അതുകൊണ്ട് ഇതാണ് രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയ കളി. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ സന്ദീപ് വാര്യർ എന്തായാലും RSS-ഓട്ടുള്ള ബന്ധം
പ്രത്യക്ഷമായി വിട്ടെങ്കിലും പരോക്ഷമായി എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത്. പക്ഷെ അതിലും അദ്ദേഹം വിശദീകരണം നൽകും. കാരണം അദ്ദേഹം എപ്പോ പോയാലും ഇപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു 10-20 മാധ്യമ പ്രവർത്തകരാ. കാരണം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. സന്ദീപ് വാര്യർ എന്നുള്ളത് ഒരു ബ്രാൻഡ് വാല്യൂ ആയി മാറി, ബ്രേക്കിംഗ് ന്യൂസ് ആയി മാറി. എല്ലാ ചാനലുകളും, പ്രമുഖ 24 അടക്കമുള്ള എല്ലാ ചാനലുകളും അദ്ദേഹത്തിന്റെ പിന്നാലെയാണെന്നും പറയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ സത്യങ്ങളോ ആയിരിക്കാം. ഇതെല്ലാം ചോദ്യം ചെയ്യാൻ മാധ്യമപ്രവർത്തകർ ഒരു പട തന്നെ സന്ദീപ് വാര്യരെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാറിനുള്ളിൽ അല്ലാതെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അല്ല, വ്യക്തമായ മറുപടികളാണ് പലപ്പോഴും സന്ദീപ് വാര്യർ തരുന്നത്. എന്തുകൊണ്ട് സന്ദീപ് വാര്യരുടെ പോസ്റ്റുകൾ മുൻകാലങ്ങളിൽ കോൺഗ്രസിനെതിരെയും കമ്മ്യൂണിസ്റ്റിനെതിരെയൊക്കെ ഇട്ട പോസ്റ്റുകൾ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അപ്പോൾ കൂടി അദ്ദേഹം പറഞ്ഞ ഞാനത് നീക്കം ചെയ്യുന്നില്ല. സരിൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സരിൻ നീക്കം ചെയ്തോ എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. അതെന്റെ പാസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കാനായിട്ട് അതവിടെ ഇരിക്കട്ടെ. ഞാൻ മാറിയെന്നാ പറയുന്നത്. അതിന്റെ ഇപ്പൊ കാണുന്നത് എന്റെ മാറ്റമാണ്, ഒരു എവല്യൂഷൻ പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്നെന്നും പറഞ്ഞ സംഭവം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പാർട്ടി മാറി. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തോളെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആ ഒരു സമയത്തെ രാഷ്ട്രീയം, ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നിലപാടുകളൊക്കെ അനുസരിച്ചുള്ള നിലപാടുകളാണ് ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് അത്രത്തോളം അദ്ദേഹം ആ BJP എന്നുള്ള പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസ്തനായിരുന്നു. അതിനർത്ഥം ഇപ്പൊ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയോടും ഇതുപോലെ അദ്ദേഹം വിശ്വസ്തനായിരിക്കുന്നതാണ്. അപ്പൊ ആ പാർട്ടിയുടെ നിലപാട്, പൊളിറ്റിക്സും മതേതരത്വം ഒക്കെ വെച്ചിട്ടുള്ള നിലപാടുകളും പോസ്റ്റുകളും ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആളുകൾക്ക് വേർതിരിച്ചറിയാം. അപ്പൊ ആളുകൾക്ക് മാറാം, അതാണ് സംഭവം. ആളുകൾക്ക് മാറാം എന്ത് വന്നാലും. ആ ഒരു സൂചന നൽകുന്നത് എന്തായാലും RSS കുറച്ച് ദിവസം മുമ്പ് തന്നെ RSSലെ ചില ആളുകൾ പരസ്യമായിട്ട് സന്ദീപ് വാര്യറിനെ വെല്ലുവിളിച്ചിരുന്നു. ആ ഗണവേഷം എന്ന് പറഞ്ഞൊരു വേഷം ഉണ്ടല്ലോ, അവർക്ക് കണ്ടിട്ടില്ല ഒരു വേഷം, ഗണവേഷം നീ പബ്ലിക്കായിട്ട് അഴിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ചോദ്യം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കണ്ടു. അപ്പോൾ RSS എന്ന് പറഞ്ഞൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സംഘടനയാണ്. BJP എന്നുള്ള സംഘടനയുടെ ഒരു പോഷക സംഘടന എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. BJP ഒരു ബാക്കപ്പ് ആയിട്ട് അത്ര സ്ട്രോങ് ആയിട്ട് പിന്തുണ കൊടുക്കുന്നതാണ് RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ RSSന്റെ ഒരു പവർ വേറെ തന്നെയാണ്. അപ്പൊ ആ പവറിലുള്ള RSS ആണ് പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഗണവേഷം അഴിക്കാൻ സാധിക്കുമോ പബ്ലിക്കായിട്ട് എന്നിട്ട് അതിനൊരു റിസൈൻ പോലെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം. അതിന് പക്ഷെ അദ്ദേഹം പബ്ലിക്കായിട്ട് അത് ചെയ്യും എന്നുള്ളതൊന്നും റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ തന്റെ സ്വത്തുക്കൾ, അതായത് തന്റെ കുടുംബ അമ്മയുടെ പേരിൽ കിടക്കുന്ന ആ സ്വത്ത് RSSന് കൊടുക്കും. നേരത്തെ പറഞ്ഞൊരു വാക്കാണ്. നമുക്ക് അതൊരിക്കലും വീണ്ടും അധികം ബന്ധം പുലർത്തുമെന്ന് പറയാൻ പറ്റില്ല. ചില വാക്കുകളെ ചില മനുഷ്യർ കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്, അല്ലെ? ചില മനുഷ്യർ വാക്കിന് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പൊ ആ വാക്കിന് കൊടുക്കുന്ന പ്രാധാന്യം ഇപ്പൊ ഞാൻ പാർട്ടി മാറിയാലും ഞാൻ കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കും എന്നുള്ള രീതിയിൽ പിക്ചറൈസ് ചെയ്യാം. പക്ഷെ ദേശാഭിമാനി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ഒരു രസമുള്ളൂ, അല്ലെ? അപ്പൊ എന്തായാലും എന്റെ സ്വത്ത് RSSന് തന്നെ എന്ന തലക്കെട്ടോടുകൂടി സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യത്തെ എഴുതിയിരിക്കുകയാണ് ദേശാഭിമാനി. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി BJP മേഖലകളിൽ നടക്കുന്ന, BJP സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു കാഴ്ച, വോട്ടിന് പണം. പാലക്കാട് നമ്മളിതിന് ഈ ബൈ ഇലക്ഷനിൽ വന്നായിരുന്നല്ലോ കോൺഗ്രസ്സുകാർ. പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കും കൊണ്ടുവന്നത്. എന്തായാലും ജനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായിരിക്കും. ഇനിയിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് പണം ഒഴുകുന്നുണ്ടെങ്കിൽ എന്തായാലും ജനങ്ങൾക്ക് ഒരു 100 രൂപ കിട്ടാൻ പോലുള്ള, മനസ്സിലായി? കാരണം ഇവിടുത്തെ ജനങ്ങള് നോർത്ത് ഇന്ത്യക്കാരെ പോലെ അല്ല. 100 രൂപ കിട്ടിയാലും അത് മേടിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ആ 100 രൂപ തന്നു എന്ന് പറയും. അത് ഉറപ്പാ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പൈസ വരുന്നത്, കോഴ വരുന്നത് അതായത് പാർട്ടിക്കാർക്ക് വേണ്ടി. ഇനി വല്ല തോരണങ്ങൾ എടുക്കാനോ, ഇനി തോരണങ്ങൾ എടുക്കാൻ പോകുമ്പോ എന്തെങ്കിലും കഴിക്കാനോ, അല്ല ചുമ്മാ ഞാൻ പറഞ്ഞതാ. അപ്പൊ അല്ല, പല ചെലവുകളുണ്ടല്ലോ. ആ പെട്രോൾ പൈസ വരെ പല ചെലവുകളുണ്ടല്ലോ. ഇനി പുതിയൊരു കാർ ആ സമയത്ത് എടുക്കണമെങ്കിലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു, നമ്മുടെ മറ്റേ സലിംകുമാർ പറയുന്ന പോലെ പുലിവാൽ കല്യാണത്തില്, ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ചാകരയാണെന്ന് പറയണോ. അത് പടക്ക കച്ചവടത്തിന് ഇലക്ഷൻ എന്ന് പറയുമ്പോ ഭയങ്കര ഒരു ചാകര സമയമാണ് പാർട്ടി പ്രവർത്തകർക്ക്. അവർക്ക് അതുവരെ വരാത്ത പൈസകൾ വരികയാണ്. ലോക്കൽ കമ്മിറ്റിയിലടക്കം ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചിത ഫണ്ടുകൾ കൊടുക്കപ്പെടുകയാണ്.
അല്ലെ, എല്ലായിടത്തും. അതിലാണ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തൊന്നുമല്ല ആരും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം BJP യെ കുറിച്ചാണ്. കേരളത്തിൽ നിന്ന് നമുക്ക് മാറിയിട്ട് നമുക്ക് മുംബൈ, മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടതുണ്ട്. വോട്ടിന് പണം. BJP ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസ്. വിനോദ് താവ്ഡെ 5 കോടി രൂപയുമായി എത്തിയെന്നാണ് ആരോപണം. 5 കോടിയാണ് എന്റെ അമ്മേ. വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ 5 കോടി രൂപയുമായി എത്തിയെന്ന് ആരോപിച്ച് പ്രാദേശിക പാർട്ടിയായ ബഹുജൻ വികാസ് അഘാഡി BVA പ്രവർത്തകർ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെക്കെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് കേസ്. താവ്ഡെയുടെ ദേഹത്തേക്ക് BVA പ്രവർത്തകർ നോട്ടുകൾ വലിച്ചെറിയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 9.94 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിൽ നിശബ്ദ പ്രചരണ ദിനമായ ഇന്നലെ മുംബൈക്കടുത്ത് നാല സൊപാരിയയിലെ ഹോട്ടലിലായിരുന്നു സംഭവം. അപ്പോൾ ഒന്നും കൂടി ഇത് വായിക്കാം. മഹാരാഷ്ട്രയിൽ നിശബ്ദ പ്രചരണ ദിനമായ ഇന്നലെ മുംബൈക്കടുത്ത് നാല സൊപാരിയയിലെ ഹോട്ടലിലായിരുന്നു സംഭവം. ഓക്കെ. താവ്ഡെക്കൊപ്പം ഉണ്ടായിരുന്ന നാല സൊപാരിയയിലെ BJP സ്ഥാനാർത്ഥി രാജൻ നായിക്കിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും തടഞ്ഞു വെച്ചു. ബഹുജൻ വികാസ് അഘാഡി എന്നുള്ള പാർട്ടിക്കാര്. ഇത് കണ്ടോ, ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രല്ല, ഈ 5 കോടിക്ക് പുറമെ 15 കോടി രൂപയുടെ ഇടപാട് നടത്തിയ ഡയറിയും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അയ്യോ, എന്തൊക്കെ പണമാണ് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ രാഷ്ട്രീയ ആ ഒരു ഇത് മുതലെടുപ്പിന് വേണ്ടി ഇപ്പൊ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ജനങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിട്ട് അവരത് വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാണ്. അത് വോട്ടിന് പണം എന്നുള്ള രീതിയിൽ തന്നെയാണെന്ന് വെക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് പണം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടല്ലോ. പക്ഷെ വോട്ട് ചെയ്ത് കഴിഞ്ഞാല് ജനങ്ങൾക്ക് ഇതുപോലെ പൈസ എത്തിക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, അല്ലേ? അപ്പോ മുംബൈയിലെ ഹോട്ടൽ മുറിയിലേക്ക് എത്തി അവര് പൈസ അദ്ദേഹത്തിന്റെ മേത്തോട്ട് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ തെളിവ് സഹിതമാണ് പിടിച്ചിട്ടുള്ളത്. ഇനി 5 കോടി അല്ലെങ്കിൽ കൂടി നിശ്ചിതമായ പണം അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസ് വന്ന കാര്യം ഒരു പ്രമുഖ വാർത്തയായിട്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല, അവിടെ തെരഞ്ഞെടുപ്പും കൂടിയാണല്ലോ. അപ്പൊ കുറച്ചും കൂടി അത് ചൂടാകാനുള്ള സാധ്യത. പിന്നെ ചൂടായല്ലോ, പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. അവര് ഞങ്ങൾക്ക് കൊണ്ടുവന്ന പൈസ പോയല്ലോ എന്നുള്ള അവര് ചിന്തിക്കുന്നു. ഞങ്ങൾക്ക് കൊണ്ടുവന്ന പൈസ പോയി, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു. അതെ അതെ അതെ. അവിടെ ഇതൊരു പ്രശ്നമാക്കി മാറ്റുന്നത് ശരിക്കും എതിർ പാർട്ടികളാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലായതുകൊണ്ട് BJPക്ക് അത്ര ഒരു കളിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, കാരണം BJP പ്രത്യക്ഷത്തിൽ ഭരിക്കുന്ന സ്ഥലമൊന്നും അല്ല മഹാരാഷ്ട്ര. അപ്പോ ശിവസേനയും കാര്യങ്ങളൊക്കെയാണ് മഹാരാഷ്ട്ര കൈയാളുന്നത്. അതുകൊണ്ട് BJPക്ക് ഇപ്പൊ കേരളത്തിലെ പോലത്തെ തന്നെ ഒരു സാഹചര്യം ഉണ്ട് അവിടെ. അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത തന്നെ പുറത്തു വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ എതിർ പാർട്ടിക്കാർക്ക് ഇത്തരത്തിലൊരു ധൈര്യം പോലും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഒരു BJPക്കാരനെ പോയിട്ട്, ഒരു BJP നേതാവിനെ പോയിട്ട്, ദേശീയ ജനറൽ സെക്രട്ടറിനെ പോയിട്ട് ഇതുപോലെ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംസ്ഥാനമാണെങ്കിൽ അത് അല്ലേ, അത് പോസിബിൾ അല്ല. പിന്നല്ലാതെ ഇതിപ്പോ ഒരു വീഡിയോ സഹിതം തെളിവ് സമർപ്പിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തിരിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തിട്ട് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് കണ്ടറിയാം, അല്ലെ? അപ്പൊ എന്തായാലും വോട്ടിന് പണം 5 കോടി രൂപയോളം, കണക്കിൽപ്പെടാത്ത 10-15 കോടി വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത്രയും കോടി രൂപയോളം നടത്തിയത്. അത്രയും കോടി രൂപയോളം ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള വ്യാജേനെ കൊണ്ടുവന്ന ദേശീയ ജനറൽ സെക്രട്ടറി, ആരുടെ? BJPയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോ പിടിയിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു BJP വാർത്ത. പിന്നെ മറ്റൊരു വാർത്ത, US മിസൈൽ യുക്രൈനെതിരെ അണ്വായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ. US ഒരു മിസൈല് നമ്മുടെ യുക്രൈന് സംഭാവന ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നൽകിയിരുന്നു. സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഇപ്പം അവര് ഈ ഒരു ബഹുദൂര മിസൈലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കണം, റഷ്യയെ തകർക്കാനല്ലേ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി പ്രതിരോധമായിട്ടാണെന്ന് തന്നെ വിചാരിക്കുക. ആർക്കെതിരെയാ? റഷ്യക്കെതിരെ. ഇത്തരത്തിലാണ് നീക്കമെങ്കിൽ ആറ്റം ബോംബ് ഇടുമെന്നാണ് പുടിൻ പറഞ്ഞത്. ആണവായുധം പ്രയോഗിക്കും. ആണവായുധ നയം തിരുത്തി പുടിന്റെ മുന്നറിയിപ്പ്. യുദ്ധം 1000 ദിവസം പിന്നിടുമ്പോൾ യുക്രൈനെതിരെ അണ്വായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പോടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ അണ്വായുധ നയം തിരുത്തി ഉത്തരവിറക്കി. ഇതൊരു വലിയ യുദ്ധസൂചനയാണ്.
വലിയ യുദ്ധസൂചനയാണ്. US നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ അറ്റാംകസ് എന്നു പേരുള്ള US നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ ഇതാദ്യമായി ഇന്നലെ യുക്രൈൻ സൈന്യം റഷ്യക്കെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞു. ബ്രാൻസ്ക് പ്രവിശ്യയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ആക്രമണം. 6 മിസൈലിൽ 5 എണ്ണവും വെടിവെച്ചിട്ടതായി റഷ്യ അറിയിച്ചു. നിസ്സാരക്കാരല്ല, 6 എണ്ണത്തിൽ 5 എണ്ണം വെടിവെച്ചിട്ടു. ഒരു മിസൈൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ചെങ്കിലും നാശമില്ല. പിന്നെ ഇല്ല. റഷ്യക്കെതിരെ അമേരിക്കൻ മിസൈലുകൾ പ്രയോഗിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയത്. ജോ ബൈഡൻ അപ്പോ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തു വെച്ചൊരു പണി കണ്ടോ? കാരണം ട്രംപ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വരുമ്പോ യുദ്ധം ഞാൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞില്ലേ, അധികാരത്തിൽ ഞാൻ ഭയങ്കര ജോ ബൈഡൻ കൊള്ളാലോ, പരിപാടി കൊള്ളാലോ. ട്രംപ് ജൂനിയർ അടക്കം ഇലോൺ മസ്ക് അടക്കം പലരും ജോ ബൈഡന്റെ ഈ നീക്കത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. കാരണം അദ്ദേഹം പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത അനുമതിയാണ് ഈ ഒരു നീക്കത്തിന് കാരണം. യുക്രൈന്റെ യുദ്ധം, റഷ്യയുമായിട്ടുള്ള യുദ്ധമൊക്കെ പരിഹരിക്കാൻ വേണ്ടി ട്രംപ് ഇറങ്ങുമെന്ന് പ്രസ്താവിച്ച ആ പ്രസ്താവനയ്ക്ക് എതിരെയുള്ള ഒരു കഴുകൻ നീക്കമായി പോയത് അല്ലേ? കാരണം ഇത് ഭയങ്കരമായ യുദ്ധമല്ലേ ഉണ്ടാക്കുക. കാരണം ഇത്രയും നാളും ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ട്രംപ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം ഉണ്ടാകില്ലെന്നും പറഞ്ഞു. ഇനി ഞാൻ അധികാരത്തിൽ ഏറെ കഴിഞ്ഞാൽ ഈ യുദ്ധം ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഒരു ബേസിലാണ് ഇപ്പൊ ജോ ബൈഡൻ ഇങ്ങനെ അനുമതി നൽകി. തീർച്ചയായിട്ടും യുക്രൈനിൽ വിന്യസിച്ചിട്ടുള്ള US, ബ്രിട്ടീഷ്, ഫ്രഞ്ച് മിസൈലുകൾ പ്രയോഗിച്ചാൽ അത് പാശ്ചാത്യ സഖ്യം യുക്രൈനിൽ നേരിട്ട് ഇടപെട്ടതായി കണക്കാക്കുമെന്ന് നേരത്തെ റഷ്യ വ്യക്തമാക്കിയിരുന്നു. പരമാധികാരത്തിനോ അഖണ്ഡതയ്ക്കോ ഭീഷണി ഉയർന്നാൽ ആണവശക്തി ഇല്ലാത്ത രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് പരിഗണിക്കുമെന്നാണ് പുതിയ നയം. ആണവ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ മാത്രമേ ആണവായുധം പ്രയോഗിക്കൂ എന്ന 2020 നയമാണ് തിരുത്തിയത്. അതായത് ആണവായുധ ആക്രമണം ഇങ്ങോട്ടുണ്ടായാൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കുള്ളൂ എന്നുള്ളൊരു നയമായിരുന്നു ഇതിനു മുമ്പ്. പക്ഷെ ആ നയമാണ് തിരുത്തിയിരിക്കുന്നത്. ഇനി ഞങ്ങൾക്കെതിരെ ആക്രമണം വന്നില്ലെങ്കിൽ കൂടി തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ്. എന്തായാലും ബൈഡൻ ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി. എന്തായാലും G20 ഉച്ചകോടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ട്രംപ് വരുന്നുണ്ട്, പുടിൻ വരുന്നുണ്ട്, മോദി വരുന്നുണ്ട്, മോദിജി പോകുന്നുണ്ട്. മോദിജി അല്ലെ, ഇത് BJP ആണെന്നൊരു സംശയമുണ്ട്. അല്ല, മോദിജി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ട്രംപിനും പുടിനും റെസ്പെക്ട് കണ്ടില്ല, നമ്മുടെ ഇന്ത്യക്കാരനല്ലേ. ഓക്കെ, അപ്പോ എന്തായാലും മോദിജി, ട്രംപ്, പുടിനൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ സമയത്ത് അവർ ഈ ബൈഡനെതിരെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ അല്ലേ? കാരണം ഞാനല്ല പുടിൻ, ബൈഡനാണ് എല്ലാത്തിനും ഒപ്പിച്ചത് അല്ലേ? അവനാണ് എല്ലാ കാര്യം ഒപ്പിച്ച് അറിയാലോ. അത് ഒപ്പിട്ട് കൊടുത്തേക്ക് അവനാ, എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയട്ടെ. അപ്പൊ പുടിൻ പറയണ മനസ്സിലായി എനിക്ക്, പക്ഷെ കൂടുതൽ കളിച്ചാൽ ആറ്റം ബോംബ് ഇടും, അതുകൊണ്ട് കൂടുതൽ വേണ്ട എന്നുള്ള രീതിയിൽ പുടിനും പറയട്ടെ. മോദി പറഞ്ഞ രണ്ടുപേരും സമാധാനമായിട്ടിരിക്കും. എവിടെ ലോകരാജ്യങ്ങളെ സമാധാനിപ്പിക്കാനും മണിപ്പൂർ പോലെ ഉള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോ ഇവിടെ നിന്ന് മൗനം പാലിച്ച് വിമാനത്തിൽ കയറി പോകും. ഇത് അവിടെ പോയി സമാധാനം, എല്ലാവർക്കും സമാധാനം, സമാധാനം വേണ്ട. കാരണം മണിപ്പൂർ വിഷയത്തിലേക്ക് ഇതുപോലൊന്നും, അതായത് പ്രധാനമന്ത്രി ഒന്ന് വന്നാ മതി. ഞാനിപ്പോ ആണുവായുധം സംസാരിക്കുന്നു, പക്ഷെ മണിപ്പൂർ നമ്മൾ സംസാരിക്കാതെ വിട്ടാൽ അവിടെ സമാധാനം മറ്റുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കക്ഷി. പക്ഷെ മണിപ്പൂർ ഒന്ന് ചെന്നാ മതി. ഇപ്പൊ BJP പ്രവർത്തകർക്ക് അടക്കം മണിപ്പൂർ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. രാഷ്ട്രീയ തീരുമാനം എടുക്കുമെന്നാണ് മണിപ്പൂർ മുഖ്യമന്ത്രി വരെ പറയുന്നത്. BJPക്ക് എതിരായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അമിത്ഷായോ ആരെങ്കിലും ഒക്കെ, അമിത്ഷാ ആണെങ്കിൽ യോഗം വിളിച്ചു ചേർത്ത് കുറെ സൈനികരെയൊക്കെ കൂട്ടി. കാരണം ഇത് കലാപം ഇങ്ങനെ രൂക്ഷമായിരിക്കുകയാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ യോഗം വിളിച്ചിട്ട് 50 സേനാംഗങ്ങളെ കൂടി അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പിന്നാണെങ്കിൽ നമ്മുടെ മല്ലികാർജുന ഖാർഗെ ആണെങ്കിൽ രാഷ്ട്രപതിക്ക് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞ്. പക്ഷെ നമ്മുടെ മോദിജി തിരിച്ചു വരണം. അദ്ദേഹം G20 ഉച്ചകോടിക്ക് പോയിരിക്കുക. പിന്നെ ഇന്നെന്തോ ഉച്ചകോടി കഴിയുമ്പോ അദ്ദേഹം വേറൊരു രാജ്യത്തേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹം യാത്രയെ കഴിഞ്ഞ് വരട്ടെ. ലോകരാജ്യങ്ങൾ തമ്പുരാനല്ല, അവർ ഇത്രയും നാട് കലാപമാണ്. അതെ, എത്ര നാള്, 18-19 മാസമായിട്ട് തുടങ്ങിയതാണ്. അതെ, അപ്പൊ ഉക്രൈനും റഷ്യയും തമ്മിൽ ശരിയാണ്, ഒരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിൽ അമേരിക്ക ഇടപെടാൻ പാടില്ല. അമേരിക്ക ഇടപെടാൻ അമേരിക്കക്കെതിരെ റഷ്യ തിരിയും. റഷ്യക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ട്രംപ് കേറുമ്പോ തന്നെ ആണവായുധം ഉള്ള ഒരു ശക്തി, ഏറ്റവും വലിയ രാജ്യമെന്നാണ് പറയുന്നത്. ഇപ്പം റഷ്യ ഒരു
മിസൈൽ തൊടുത്താൽ അമേരിക്ക ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. അല്ല, പറയാൻ പറ്റില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധമായി മാറി. ഇപ്പോൾ തന്നെ ഇറാന്റെ ഒക്കെ യുദ്ധം വാണിജ്യ മേഖലയിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങളും കയറ്റിറക്കങ്ങളൊക്കെ ചെറുതല്ല. ഇനിയിപ്പോ ഇവരും കൂടി യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും എയർലൈൻ സർവീസിനെ ബാധിക്കും. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ യുദ്ധം ഉണ്ടാവാണ്ടിരിക്കട്ടെ. റഷ്യയും അമേരിക്കയും യുക്രൈനൊക്കെ സമാധാന അന്തരീക്ഷത്തിൽ പോകട്ടെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ മണിപ്പൂരും കത്താതിരിക്കട്ടെ. എപ്പോഴും മണിപ്പൂർ കത്തുന്നു കത്തുന്നു കത്തുന്നുള്ള വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷാദമാണ്. മണിപ്പൂർ സമാധാനമായി, മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നൊരു വാർത്ത വായിക്കാൻ സാധിക്കട്ടെ. ആണോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു വാർത്ത വായിക്കാൻ സാധിക്കട്ടെ. എന്തായാലും റഷ്യയില് ഇനിയിപ്പോ കയറി കളിക്കാന്നൊക്കെ അമേരിക്ക വിചാരിച്ചാല് അതിന് നടപടി ആവൂല. സ്വന്തം നയമടക്കം മാറ്റിയിരിക്കുകയാണ്. ആണവായുധം പ്രയോഗിച്ചാൽ മാത്രമേ തിരിച്ചു പ്രയോഗിക്കൂ എന്നുള്ള നയമാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. കാരണം ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പ്രയോഗിക്കാനായിട്ട് അപ്പോ അതിനൊരു നീക്കം നടത്തിയാലേ തിരിച്ചു നീക്കം നടത്തുള്ളൂ എന്നുള്ള നയം മാറ്റിയിട്ട് ഇനി ആണവായുധ ശക്തി ഇല്ലാത്ത രാജ്യങ്ങൾക്ക് നേരെയും അത് പ്രയോഗിക്കാം എന്നൊരു നയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് യുക്രൈനെതിരെയുള്ള സൂചനയാണ്. ഇത് അമേരിക്കക്കും കൂടി ഒരു സൂചനയാണ്. അമേരിക്കയിൽ ഓൾറെഡി ആണവായുധ ശക്തിയാണ് അമേരിക്ക. ഇറങ്ങും, പദവിയിൽ നിന്ന് ഇറങ്ങും. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യകത അദ്ദേഹത്തിന് അവിടെ ഇല്ല. അപ്പൊ ഇത് ട്രംപിനോടുള്ള ഒരു വിദ്വേഷം കൊണ്ട് ചെയ്യുന്നതായി. ഇത് ജോ ബൈഡന്റെ ട്രാപ്പാണ്. എന്തായാലും ആ ട്രാപ്പില് അമേരിക്ക ഒന്ന് വീഴുമോ, ട്രംപ് വീഴുമോ എന്നുള്ളത് കണ്ടറിയാം അല്ലെ. അങ്ങനെ അടുത്ത വാർത്തകളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ എന്തൊക്കെയാണ് അടുത്ത വാർത്തകൾ നീതു? അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത് കുറുവാ സംഘം നേതാവ് പാലായില് മറ്റൊരു കേസിൽ ജാമ്യത്തിലായിട്ടുണ്ട്. അപ്പൊ പാലക്കാര് ശ്രദ്ധിക്കുക. കോട്ടയത്ത് കുറുവാ സംഘം ഇറങ്ങി എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയായിരുന്നു. പല പല സ്ഥലങ്ങളിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ചിലർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചിലർ വാതിലുകളൊക്കെ തുറന്നിട്ടാണ് അതിനെ സമീപിക്കുന്ന, ലൈറ്റൊക്കെ ഓഫ് ചെയ്യാതെ. അതുകൊണ്ട് കുറുവാ സംഘത്തെ വളരെ സൂക്ഷിക്കുക. ഇപ്പോഴത്തെ പാലായിൽ നിന്നാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. കുറുവാ സംഘം നേതാവ് പാലായിൽ മറ്റൊരു കേസിൽ ജാമ്യത്തിലായിട്ടുണ്ട്. പാലായിൽ ഒപ്പിട്ട് ആലപ്പുഴയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മോഷണം നടത്തി പിടിയിലായ കുറുവാ സംഘ നേതാവ് സന്തോഷ് ഒരാഴ്ച മുമ്പ് പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടയാളാണ്. മോഷണ കേസിൽ ജാമ്യവ്യവസ്ഥ പ്രകാരം ഒപ്പിട്ട് മടങ്ങി ആലപ്പുഴയിലെത്തി മോഷണം നടത്തിയ തമിഴ്നാട് തേനി കാമാക്ഷിപുരം ചന്ദനമാരി അമ്മൻ കോവിൽ തെരുവിൽ, ഇത് കഴിഞ്ഞില്ലേ, സന്തോഷ് സെൽവം 25 വയസ്സുള്ളൂ പോലീസിനെ ഞെട്ടിച്ചത്. 1.5 മാസം മുമ്പാണ് പാലാ പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ സന്തോഷിന് ജാമ്യം ലഭിച്ചത്. 2021 പൈകയിലെ വീടുകളിൽ കവർച്ച നടത്തിയ കേസിൽ 2024 ജൂണിലാണ് സന്തോഷ് പിടിയിലായത്. സ്റ്റേഷനിൽ ആഴ്ചയിൽ 1 ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം നൽകിയത്. ഓരോ ആഴ്ചയും കൃത്യമായി ഒപ്പിടാൻ വന്നിരുന്ന സന്തോഷാണ് മറ്റൊരു മോഷണ കേസിൽ ആലപ്പുഴയിൽ പിടിയിലായത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാൽ സന്തോഷിന്റെയും കൂട്ടാളികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് പാലാ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് അപേക്ഷ നൽകും. ഒന്ന് ആലോചിച്ച് നോക്കണം. മോഷണ കേസിൽ പിടിയിലായിട്ട് പാലായിലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടണമെന്നുണ്ട് ആഴ്ചയിൽ. പുള്ളി എല്ലാ ആഴ്ചയിലും വളരെ സത്യസന്ധനും നേർമയുള്ളവനുമായിട്ട് വന്നിട്ട് ഒപ്പിടും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി മോഷണം നടത്തും. വേറെ ജില്ലയിൽ, എന്തായാലും കോട്ടയം ജില്ലയെ വെറുതെ വിട്ടു. അതോടുകൂടി പാലായെ വെറുതെ വിട്ടു എന്നാണ് തോന്നുന്നത്. ഒപ്പിടാൻ മാത്രം പാലയിലേക്ക് വരുന്നു, മോഷ്ടിക്കാൻ അടുത്ത ജില്ല പിടിക്കുന്നു. പിന്നെ എന്തിനാണ് സാർ ഒപ്പിടുന്നത്? വൈറ്റ് പേപ്പറിൽ ഒപ്പിടുന്നത്? അപ്പം ഇതൊക്കെ കുറുവാ സംഘത്തിലെ ആളുകളാണെന്നാ പറയുന്നത്. അപ്പൊ ഈ കുറുവാ സംഘം ശരിക്കും മറ്റേ ലോകേഷ് കനകരാജിന്റെ വിക്രം സിനിമയിലെ പോലെ മറ്റേ സൂര്യയുടെ ഒക്കെ ഒരു സംഘം ഉണ്ടല്ലോ, പല പല സ്ഥലത്തുള്ള ഒരു സംഘം. ഈ സംഘത്തെയൊക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ? ഇനി ഇതെങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക? അല്ല, നമുക്ക് ചേരാനൊന്നും കിട്ടും. അല്ലല്ല അതിനല്ല. അതായത് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളൊരു ട്രെൻഡ് വളരെ പരോക്ഷമായിട്ട് പരക്കുന്നുണ്ടോ കേരളത്തിൽ എന്നൊന്നും അറിയില്ല. ഇനി കേരളത്തിനെതിരെ തന്നെ, കേരളത്തിൽ ഒരുപാട് പണമുണ്ട്, കേരളത്തിനെതിരെ നീങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ടീം ഇറങ്ങിയിരിക്കുന്നതാണോ, ഇനി ആ ടീം സംഘടിപ്പിക്കുന്നതാണോ? കാരണം ഓരോ സംസ്ഥാനങ്ങളിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള ആളുകളെ, ഇതുപോലെ മോഷണം വശമുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അതിന് തലപ്പത്ത് ആരാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്? ഇതെല്ലാം കണ്ടെത്തണം. കാരണം കുറുവാ സംഘം എന്നുള്ള പേര് ഒന്ന് ആലോചിക്കുക. പെട്ടെന്ന് കുറച്ച് പേർ എന്നല്ല പറയുന്നത്, ആ സംഘത്തിന് കൃത്യമായ പേരുണ്ട്.
ആ സംഘത്തിലെ പല പല ആളുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ജില്ലകളിൽ കേരളത്തിൽ ഇന്നും ഉണ്ട്. നമുക്കിടയിൽ തന്നെ ഉണ്ട്. നമുക്കറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മലയാളികൾ കുറവാണ് കുറുവാ സംഘത്തിൽ. നോട്ട് ദ പോയിന്റ്. വേണേൽ പോലീസിന് നോട്ട് എഴുതിയെടുക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് കുറുവാ സംഘം എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ്. ഇത് ഇത്രയും നാളുള്ള വാർത്തകൾ കേട്ടുള്ള ഒരു കോമൺ സെൻസിൽ പറയണം. തമിഴ്നാട് സ്വദേശികള്, മറ്റുള്ള ആളുകള്, മറ്റുള്ള ജില്ലകളിൽ നിന്ന് അല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളെയാണ് ഈ കുറുവാ സംഘം എന്നുള്ള നിലയിൽ പിടിക്കപ്പെടുന്നത്. കൂടുതലും തമിഴ്നാട് സ്വദേശികളാണ്. ഇപ്പോ വന്ന വാർത്തയടക്കം തമിഴ്നാട് സ്വദേശികളാണ്. പിന്നെ അവര് ഒരുപാട് പ്രായമുള്ള ആൾക്കാരല്ല, നമുക്ക് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇവിടെ ജോലിക്ക് എന്നുള്ള രീതിയിൽ വരുന്നവർ തന്നെ ഈ കുറുവാ സംഘം എന്നുള്ള ഒരു ടീം ഉണ്ടാവും. ഈ കുറുവാ സംഘമാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ജോലി ഇതാണ് എന്നുള്ള രീതിയിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഘവും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് ഭയങ്കരമായ ഒരു മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു സംശയം. ഇനി ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളിരിക്കുന്ന കല്ലറയിലേക്ക് വരുമെന്ന് പറഞ്ഞൂടാ. വന്നാ പെട്ട് അല്ലേ, ഫുൾ CCTV പ്രൊട്ടക്ഷനാ. നമ്മള് എന്തായാലും സത്യം പറയും. തെളിയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ പോലീസിന്റെ അല്ലെ. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച ഒരു സാഹചര്യത്തിൽ യുവാക്കളാണ് കൂടുതൽ പേരും. ഈ യുവാക്കൾക്ക് കേരളത്തിലെ കൃത്യമായിട്ട് പണം ഇരിക്കുന്ന സ്ഥലങ്ങളടക്കം അറിയാവുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ കൃത്യമായ ഒരു വീട്ടിൽ 25,000 രൂപ മോഷ്ടിച്ചു, കൃത്യമായ ഒരു സ്ഥലത്ത് എല്ലാ വീട്ടിലും മോഷ്ടിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന പോലത്തെ ആൾക്കാരല്ലേ ഇവര്. കൃത്യമായ പ്ലാനോടുകൂടി അല്ലെ, ഉറപ്പുള്ള വീടുകളാണ്. അല്ലെങ്കിൽ എന്താ, ആ വീട്ടിൽ എങ്ങനെ മോഷണം പോകും? നമ്മുടെ എത്രയോ സാധാരണക്കാരുടെ വീടുകളുണ്ട്. ഇനിയിപ്പോ വലിയ വീടുകളാണ് പണിഞ്ഞിട്ടിരിക്കുന്നെങ്കിലും അതിൽ കാശില്ലാത്ത വീടുകളുണ്ട്. അല്ലെ, പിന്നെ ഭിത്തി പൊളിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ ഇവർക്ക്. കൃത്യമായി പണമുള്ള സ്ഥലങ്ങളാണ് ഇവർ കയറുന്നത്. എങ്ങനെ? അപ്പൊ ഇതൊരു സംഘടിതമായ ആസൂത്രണം, ഇതൊരു ആസൂത്രണമാണിത്. നമ്മള് സൂര്യ, ഞാൻ ലോകേഷ് കനരാജിന്റെ മറ്റേ വിക്രം സിനിമ പറഞ്ഞത്, ഇതിൽ സൂര്യ മാനേജ് ചെയ്യണം അവരെ. ലാസ്റ്റ് വന്നാണ്ടല്ലേ റോളക്സ്. അപ്പൊ അത് ആ സമയത്ത് അപ്പൊ വിജയ് സേതുപതിയൊക്കെ വെറും അനുസരിക്കുന്ന ഒരാള് മാത്രമാണ്, വെറും ഒരു അനുചാരകൻ മാത്രമാണ്. സൂര്യയാണ് മെയിൻ നമ്മൾ മനസ്സിലാക്കിയാണ്. അതുപോലെ ഏതോ ഒരു സൂര്യ കിടന്ന് കളിക്കുന്നുണ്ട്. അയാൾ തമിഴ്നാട്ടിലാണോ അല്ലെങ്കിൽ അയാൾ കേരളത്തിലാണോ? ഞാൻ ഇതൊരു സിനിമാറ്റിക് വിഷയമായിട്ട് ഞാൻ മാറ്റുന്നില്ല. സൂര്യ എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നുള്ളൂ. സൂര്യക്ക് ഇതോടൊരു ബന്ധമില്ല കേട്ടോ, കമലഹാസനും ബന്ധമില്ല. പക്ഷേ ഇതുപോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോ ആള് കേരളത്തിൽ തന്നെയുള്ള ആളാവണമെന്ന് ചിലപ്പോ ആയിരിക്കാം. നമ്മൾ തമിഴ്നാട്ടുകാരെ മാത്രം കുറ്റപ്പെടുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി കേരളത്തെ ഒന്ന് ഭീതിയിലാഴ്ത്താൻ വേണ്ടി ഒരു മടിയില്ലാത്ത 25-30 വയസ്സിനിടയിലുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരിക. ഈ സന്തോഷിന്റെ കൂടെ തന്നെ 40 കള്ളന്മാരാണുള്ളത്. കാരണം ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന എന്തായാലും ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിനെ പിടിച്ചെന്നുള്ള വാർത്ത കേൾക്കേണ്ട സ്ഥിതി വരട്ടെ. നമ്മൾ പറഞ്ഞ കഥകളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അപ്പൊ അറിയാം അല്ലെ. എന്തായാലും കുറുവാ സംഘം എന്നുള്ളത് ചുമ്മാ ഒരു എവിടെയെങ്കിലും ഒക്കെ പൊട്ടിമുളച്ച് ചെറിയൊരു സംഘമല്ല. അവരൊരു വലിയ അല്ലെ, വലിയൊരു കുറെ ബ്രാഞ്ചുകളൊക്കെ ഉള്ള വലിയൊരു സംഘമാണ്. ആ സംഘത്തിന്റെ ഒരു തലപ്പത്ത് കുറച്ച് പേരുണ്ട്. ആ ആളുകളെ പിടിക്കാൻ സാധിക്കട്ടെ. അപ്പോഴിത് പാടെ നമുക്ക് തുടച്ചിക്കാൻ സാധിക്കുള്ളൂ. ഇനി കുറച്ച് മുൻകരുതലുകൾ പറയാം. അടുക്കള വാതിലിന്റെ എല്ലാ പൂട്ടുകളും ഉറപ്പുള്ളതാക്കുക. ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പാലായിലും കോട്ടയത്തേക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുക. പകലും രാത്രിയിലും കതക് പൂട്ടിയെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ വാതിലുകളും താക്കോൽ ഉപയോഗിച്ച് പൂട്ടുക. വാതിലിന്റെ പിന്നിൽ ഇരുമ്പിന്റെ പട്ട ഘടിപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും. ജനൽപ്പാളികൾ രാത്രി അടച്ചിടുക. അടുക്കള ഭാഗത്തും വീടിന്റെ മറ്റു ഭാഗങ്ങളിലും രാത്രി ലൈറ്റ് ഓഫാക്കാതിരിക്കുക. കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ വീടിന് പുറത്ത് സൂക്ഷിക്കരുത്. രാത്രി പുറത്ത് ടാപ്പിൽ നിന്നും വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങരുത്. രാത്രി കൊച്ചുകുട്ടികളെയും കരച്ചിൽ കേട്ടാലോ ആരെങ്കിലും വാതിൽ മുട്ടിയാലോ ഉടൻ വാതിൽ തുറക്കരുത്. അയൽവാസികളെ വിവരം അറിയിക്കുക. അതായത് കൊച്ചുകുട്ടികളുടെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയാണ് ഇവര് രംഗപ്രവേശം ചെയ്യുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും വാതിൽ തുറക്കും. അല്ലെങ്കിൽ ഒരു പൈപ്പ് ഓണായി കിടക്കുന്നു, അയ്യോ വെള്ളം പോകുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തുറക്കും. പക്ഷെ ഇതൊക്കെയാണ് ഇവരുടെ ഒരു സിഗ്നലുകൾ. സൂക്ഷിക്കുക. പണവും സ്വർണവും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. അങ്ങനെ സൂക്ഷിക്കാതിരുന്നാൽ തന്നെ ആള് വരൂല. നോക്കിക്കോ, നിങ്ങളുടെ വീട്ടിൽ പണവും സ്വർണവും ഇല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും അക്രമം ചെയ്യാൻ മാത്രം വരൂല. കാരണം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായ പ്ലാനിങ് എന്തായിരിക്കും അറിയോ? അവിടെ ഇല്ല, അപ്പൊ നമുക്കതൊരു ട്രാപ്പായിരിക്കും എന്നവർ വിചാരിച്ചേക്കാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ കള്ളന്മാരെ നേരിടേണ്ടത്. മനസ്സിലായി? ആ ഒരു കാര്യത്തിൽ എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട് പണവും സ്വർണ്ണം വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. പിന്നെ അവരും പത്രം വായിച്ച് മനസ്സിലാക്കുന്ന വിചാരിച്ചായിരിക്കും പലതും എഴുതാത്തത്. അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ. പത്രപ്രവർത്തകർക്കും ബുദ്ധിയുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിൽ പറയാണ്, നിങ്ങളുടെ വീടുകളിൽ
നിങ്ങൾ ഭയക്കാത്ത പണവും സ്വർണവും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഭയക്കണ്ട. അതല്ല 1,00,000 രൂപയോ 20,000 രൂപയോ 2 പവൻ സ്വർണമൊക്കെ നിങ്ങൾ വീട്ടിലെ അലമാരയിലോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണി പാളും. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറുന്നുള്ള വാർത്ത വരും. അല്ല, ഭാഗ്യത്തിന് അങ്ങനെ നമ്മുടെ വീടുകളിലില്ല. കയറാതിരിക്കട്ടെ ഈശ്വര. അതെ. പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത, പടയപ്പയുടെ മുന്നിൽപ്പെട്ടു, തേയിലത്തോട്ടത്തിൽ ചാടി രക്ഷപ്പെട്ട സഞ്ചാരികൾ. നമ്മുടെ പടയപ്പ സീനാണ്. അപ്പോൾ മറയൂർ മൂന്നാർ റോഡിൽ തലയാറിൽ വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന പടയപ്പ 2 പേര് തേയിലത്തോട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അതിന്റെ വിഷ്വൽ കിട്ടിയിരുന്നെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് വിടാമായിരുന്നു. മറയൂർ മൂന്നാർ റോഡിൽ പടയപ്പ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾ തേയിലത്തോട്ടത്തിൽ ചാടി രക്ഷപ്പെട്ടു. തലയാർ കടുകുമുടി ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രി 7:40 സംഭവം. ഇന്നും ബുധനായാലോ, അപ്പൊ അത് എക്സ്ക്ലൂസീവായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞ വാർത്തയാണ്. എന്നിട്ട് എന്താണ് മനോരമ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്? കഷ്ടമുണ്ട്. എന്നാലും ആനകളുടെ ഈ ഓട്ടമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആനകൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നതൊക്കെ അല്ലെ, ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്നല്ല, ഇങ്ങനെ കണ്ടിരിക്കും. ഇഷ്ടം എന്നല്ല, ആനകളോടുള്ള ഇഷ്ടമല്ല. ആനകൾ ഇങ്ങനെ നിർത്തി ഉത്സവത്തിനും മറ്റൊക്കെ ഇങ്ങനെ ഒറ്റ നിപ്പിൽ ചങ്ങലിട്ട് നിർത്തിയിട്ടൊക്കെ ആസ്വദിക്കുന്ന ജനങ്ങളെ, ആ ജനപ്രതിനിധികളെയൊക്കെ ഇങ്ങനെ ആനകൾ ഓടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനകളെ ചുമ്മാ നിർത്താനും ആനകൾ ഓടാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടം. ആനകളെ ഭയങ്കര ഇഷ്ടം. അതെ, ആന എന്ന് പറഞ്ഞാൽ മതി. സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ആന, കടല്, പിന്നെ മോഹൻലാല, പിന്നെ മുരളീധരൻ, ഇവരൊന്നും കണ്ടാ മടുക്കൂലെന്ന്. ഞാനിപ്പോ ആനാന്ന് പറഞ്ഞതാ. അപ്പൊ ഇതുപോലെയാണ് സാഹചര്യങ്ങൾ. എന്തായാലും സൂക്ഷിക്കുക. ഈ ഒരു മൂന്നാറ് മറയൂരൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക, രാത്രികാലങ്ങൾ പ്രത്യേകിച്ചും. കാരണം പടയപ്പയുടെ വിളയാട്ടുണ്ട് അവിടെ അല്ലെ. പടയപ്പ നിസ്സാരക്കാരനല്ല. പടയപ്പ ആരാണെന്ന് അറിയാലോ അല്ലെ? രജനികാന്ത് അല്ല, ഇത് വേറെ പടയപ്പയാ. അതെ അതെ അതെ. പിന്നെ ആലോചിച്ച് നോക്കണം, നമ്മുടെ മുഖ്യമന്ത്രിനെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചു അല്ലെ. മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കാൻ ചാണ്ടിയുമ്മന് പോലും ഭയമോ എന്നുള്ള രീതിയിൽ നമ്മളൊരു ടോക്ക് ഇട്ടിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിക്ക് ആരെയാ ഭയം? ജനങ്ങളെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അതല്ലെങ്കിൽ ഇത്രയും സുരക്ഷ എന്തിനാ? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധഭീഷണി അങ്ങനെയുള്ള ഭീഷണികളൊക്കെ ഉണ്ടാകാം. എന്നാലും അല്ല, എന്തായാലും ഉണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് ഭീഷണികൾ ഉണ്ടെന്ന് തന്നെയാണ് സാധാരണഗതിയിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കണം, സുരക്ഷയ്ക്ക് 525 പോലീസുകാർ. കേരള പോലീസ് വളരെ പ്രസക്തമായൊരു ചോദ്യം. 525 പോലീസുകാരാണ് നിരത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും സെക്യൂരിറ്റി കിട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയനെ പറഞ്ഞാലും അത്ഭുതമില്ല. ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളൊരു പേര് പിണറായി വിജയൻ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണോ നീ പറയുന്നത്? ആ ടോപ്പിക്കിലോട്ട് പോണോ? വേണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ സുരക്ഷാ ടോപ്പിക്കിലേക്ക് പോവാം. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് 525 പോലീസുകാർ നിരത്തിൽ. തിരുവനന്തപുരം. കൊല്ലം എഴുകോണിൽ നെടുവത്തൂരിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെയും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് വജ്ര ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനത്തിനായി എത്തിയ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചത് തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ മുഴുവൻ സ്റ്റേഷനിലെയും പോലീസുകാരെ. കേരളത്തിലെ മുഴുവൻ സ്റ്റേഷനിലെ പോലീസുകാരല്ല. ഈ 525 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ മുഴുവൻ സ്റ്റേഷനുകളിലെ പോലീസിന്റെ എണ്ണമാണത്. മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വെറുതെ ഇരിക്കും. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു മാറ്റർ അല്ല എന്നുള്ള രീതിയിലാണ്. അവിടെ പീഡിപ്പിക്കപ്പെട്ടോട്ടെ, അവിടെ കയ്യാങ്കളി നടന്നോട്ടെ, അടിപിടി നടന്നോട്ടെ, നോ, മുഖ്യമന്ത്രി ഉണ്ട് അവിടെ, ഞങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള രീതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. 525 പോലീസാണ്. അത്രയും പോലീസുകാരുടെ ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിക്ക്? അത് ആരോടാ ചോദിക്കേണ്ടത്? ചോദ്യമാണത്. ആരോടാ ചോദിക്കേണ്ടത്? മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് ഇതുപോലെ വാർത്ത കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പോ ആവശ്യമുണ്ടോ മുഖ്യമന്ത്രി തന്നെ ഇതിനൊരു ഉത്തരം തരേണ്ടത്? നീ ഇത് ചോദിക്കുകയാണ്, ഞാനത് മുഖ്യമന്ത്രിയോട്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് വിവരം. യാത്രയുടെ തീയതി ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ റഷ്യ സന്ദർശിച്ചു. ഇനി റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കേണ്ട ഘട്ടമാണ്. സ്പുട്നിക് ഇന്ത്യയുടെ സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കെടുത്ത അദ്ദേഹം വ്യക്തമാക്കി. US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് വിവരം. US കൂടി ഭാഗമായ
ചതുർരാഷ്ട്ര കൂട്ടായ്മയുടെ അടുത്ത ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കുന്നത്. അതായത് ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിലാണ് അടുത്തത് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനായിട്ട് ട്രംപും വരുന്നതായിരിക്കും. അപ്പം ഇവർ രണ്ടുപേരും വരുന്ന തീയതി പറഞ്ഞിട്ടില്ല, അടുത്ത വർഷമാകും. അപ്പൊ ട്രംപ് അപ്പോഴത്തേനും അധികാരത്തിൽ കയറും അടുത്ത വർഷം. അപ്പൊ എന്തായാലും ഒരുമിച്ചാണ് വരുന്നത്. അതൊരു ചരിത്ര സംഭവമായിരിക്കും, ഒരു മഹാസംഭവമായിരിക്കും. പുടിനും ട്രംപും ഒരുമിച്ച് ഇന്ത്യയിലേക്ക്. അങ്ങനെ സംഭവിച്ചിട്ടില്ല സാധാരണ. കാരണം ഇവർ രണ്ടുപേരും കൂടിയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പുടിനും ട്രംപും തമ്മിലുള്ള ചിത്രം കണ്ടിട്ടുണ്ടാവും, പുടിനും മോദിയും തമ്മിലുള്ള ചിത്രം കണ്ടിട്ടുണ്ടാവും. പക്ഷെ പുടിനും ട്രംപും മോദിയും തമ്മിലുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആരെങ്കിലും എഡിറ്റ് ചെയ്ത് വല്ല ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ടുണ്ടാവും, അതല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു മുഹൂർത്തത്തിനാണ് വഴിയുന്നത്. ഒരു ഫോട്ടോ എടുക്കൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. നയതന്ത്രപരമായും വികസനപരമായും ഒരുപാട് കാര്യങ്ങൾ. ഇന്ത്യ ഒരു ലോകശക്തിയായിട്ട് മുന്നോട്ട് വരികയാണോ എന്നുള്ള സൂചനയും പലരും പങ്കുവെക്കുന്നുണ്ട്, അല്ലെ? കാരണം രണ്ട് വലിയ ശക്തികളുടെ കൂടെയാണ് ഇപ്പം അവർ പേരുമാണ് വരാൻ പോകുന്നത് ഇന്ത്യയിലേക്ക്. അപ്പൊ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് എത്തുക. ഏതാണ്ട് അതേ സാഹചര്യത്തിൽ തന്നെയായിരിക്കും റഷ്യൻ പ്രസിഡന്റ് എത്തുക. എന്തായാലും ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിചാരിക്കാം. ഈ യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ എന്തായാലും മിസൈലുകളൊക്കെ ഇനി പ്രയോഗിക്കാതിരിക്കട്ടെ, ഒരു ആണവായുധ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. സോ പുടിനും ട്രംപിനും ഇന്ത്യയിലേക്ക് സ്വാഗതം, അല്ലെ? സുസ്വാഗതം. അതിഥി ദേവോഭവ എന്നൊരു കൾച്ചറിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാര്. അതുകൊണ്ട് അതിഥികൾ ദൈവങ്ങളെ പോലെയാണ്. അപ്പൊ ആ ഒരു വെൽക്കം എന്തായാലും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ, പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള കാര്യങ്ങളിലൊക്കെ. അത്രയും നാളെ മണിപ്പൂരിന്റെ പ്രശ്നം പോവാതിരിക്കട്ടെ. സത്യം, അത് പോകാതിരിക്കട്ടെ. അല്ലെ, എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ഒരു തീരുമാനം എടുക്കാനൊക്കെ ലോകശക്തികളാണല്ലോ ഇവരൊക്കെ. പക്ഷെ മോദി പറയുമെന്നറിയില്ല. പണ്ടൊരിക്കല് ട്രംപ് എന്താ വന്നപ്പോ ഭയങ്കരമായൊരു സ്ലം ഏരിയയില് ഭയങ്കര വലിയൊരു മതിൽ കെട്ടിയ ആളാ. അത് കാണാതിരിക്കാൻ ആ റോഡിലൂടെ പോകുമ്പോഴേ ആ മതിന്റെ അപ്പുറം എന്താ, ആ മതിന്റെ അപ്പുറം ഒരു പൂങ്കാവനമാണെന്നൊക്കെ പറയണ തരത്തിലാണ് അതോട് പുള്ളി വർണ്ണിച്ചത്. പക്ഷെ ആ മതിലിന്റെ അപ്പുറം ഒരു സ്ലം ആയിരുന്നു, കുറെ സ്ലം ചേരികളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷെ ആ ചരിത്രമൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ. ഇന്ത്യയുടെ യഥാർത്ഥ ഒരു പിക്ചർ ട്രംപിനും പുടിനൊക്കെ കിട്ടട്ടെ. അതിലൂടെ കൂട്ടുകാർ തമ്മിൽ ഒന്ന് പരിഹരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. എന്തായാലും ട്രംപിനും പുടിനും സ്വാഗതം. ഓക്കെ, എന്തായാലും മണിപ്പൂർ കലാപം ഭയങ്കരമായിട്ട് കടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകളടക്കം അടച്ചു പൂട്ടുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതിൽ പൗരാവകാശ സമര നായിക ഇറോം ശർമിള പറയുന്നത് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഉടനെ രാജിവെക്കണം, പ്രശ്നപരിഹാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം, സംസ്ഥാനത്തെ 6 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സൈനിക നിയമം ഏർപ്പെടുത്തിയതിന് പ്രശ്നം കൂടുതൽ വഷളാക്കി എന്നാണ് പറയുന്നത്. സൈനികരെ നിയോഗിച്ചത്, അതിന്റെ പ്രത്യേക നിയമം ഏർപ്പെടുത്തിയത് പ്രശ്നം കൂടുതൽ വഷളാക്കിയാനുള്ള സാധ്യതയെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ഇടപെടണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മോദി ഇടപെടണം എന്നുള്ള നിർത്തിയവര് കോൺഗ്രസ്സുകാർ നിർത്തിയ പരിപാടി. മോദി ഇടപെടണം, അമിത്ഷാ ഇടപെടണം, BJP ഇടപെടണം എന്നുള്ള പരിപാടിയെ നിർത്തി. ഇപ്പൊ അവർ പറയുന്നത് രാഷ്ട്രപതി ഇടപെടണമെന്നാണ്. മണിപ്പൂർ കലാപം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ 18 മാസമായി പരാജയമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 300 പേരുടെ ജീവനെടുത്ത ദുരിതമാണ് മണിപ്പൂരിലേത്. 1 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു. സർക്കാരുകളിൽ നിന്ന് സഹായമില്ലാതിരിക്കെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് മണിപ്പൂർ ജനതയെന്നും ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടി. കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് NCCIയും പറഞ്ഞിട്ടുണ്ട്. കലാപ സാഹചര്യം തുടർന്ന നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ NCCI കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ അഖിലേന്ത്യാ സംഘടനയാണ് NCCI. ക്രമസമാധാന നില വീണ്ടെടുക്കാൻ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. എല്ലാ ആക്രമണങ്ങളും അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും വേണം. സംസ്ഥാന സർക്കാർ മധ്യസ്ഥനായി നിലകൊള്ളണമെന്നും NCCI ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസും ചിദംബരവും എന്നാണ് ഈ സാഹചര്യത്തിൽ ബീരേൻ സിംഗ് പറയുന്നത്, അവിടുത്തെ മുഖ്യമന്ത്രി. ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കോൺഗ്രസ്സുകാർ പിന്നെയും വന്നിട്ടുണ്ട്, രാഷ്ട്രപതി കത്തയക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ BJPക്കാർക്കെതിരെ ഒരു കാര്യം പോലും പറയാത്ത അങ്ങ് രാജിവെക്കണമെന്നാണ് മണിപ്പൂരുകാർ പറയുന്നത്. അവിടെ സമരനായിക ശർമിളയുടെ വാക്കുകൾ ബീരേൻ സിംഗ് ഉടനെ രാജിവെക്കണം. കാരണം BJPനെ സപ്പോർട്ട് ചെയ്തതിനുള്ള സംഭാഷണം അദ്ദേഹം ഇപ്പോഴും നടത്തുന്നത്. കാരണം ഇതിനെല്ലാം കാരണം കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നക്കാർക്ക് പ്രധാന
കാരണക്കാർ കോൺഗ്രസും മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരവുമാണെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കോൺഗ്രസ് സർക്കാർ തടഞ്ഞില്ലെന്നും ഇവർ മണിപ്പൂരിലെ തദ്ദേശീയരുടെ അവകാശങ്ങൾ കവരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മ്യാൻമർ പൗരനും മ്യാൻമർ പാർലമെന്റിൽ മത്സരിക്കുകയും ചെയ്ത സോമി റവല്യൂഷണറി ആർമി ചെയർമാൻ താങ്ലിയൻ പൗഗിറ്റുമായി ചിദംബരം കൈകൊടുക്കുന്ന ചിത്രം മുഖ്യമന്ത്രി പ്രദർശിപ്പിച്ചു. ബീരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് നേരത്തെ ചിദംബരം എക്സിൽ കുറിച്ചിരുന്നു. മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ മേഘചന്ദ്രയുടെ അഭ്യർത്ഥന പ്രകാരം ചിദംബരം പിന്നീട് ട്വീറ്റ് പിൻവലിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ട് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്താതെ ഇനിയിപ്പോൾ കോൺഗ്രസ് ആയാലും, കോൺഗ്രസ് ഇപ്പം മ്യാൻമറിലുള്ള കുടിയേറ്റക്കാരെ അനധികൃതമായിട്ട് ഇങ്ങനെ അനുവദിച്ചതാണ് പ്രശ്നമായെന്നാണ് പറയുന്നത്. അനധികൃത കുടിയേറ്റം എല്ലാ രാജ്യങ്ങളും നിർത്തലാക്കുക, അമേരിക്കക്ക് പ്രത്യേകിച്ച് ഓടിച്ചു വിടാൻ പോവാ ലക്ഷക്കണക്കിന് പേരെ. ആ ഒരു സാഹചര്യം ഇന്ത്യ മാത്രം ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ അത് പല രീതിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, കർശനമാക്കുന്നുണ്ട് ബോർഡേഴ്സൊക്കെ. അതിന് മോദിയും മറ്റുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് അക്കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണെന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്ന അറിവുകൾ. പക്ഷെ കോൺഗ്രസിന്റെ ചില നിലപാടുകൾ ഇക്കാര്യത്തിൽ ഭയങ്കര ഒരു സോഫ്റ്റ് ആണ്. ഒരുപാട് അതിഥി ദേവോഭവ ആവണ്ട, അതായത് കറക്റ്റായിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലീഗൽ ഇമിഗ്രൻസ് മോസ്റ്റ്ലി വെൽക്കം അല്ലെ. ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസ് എന്തിനാണ്? അവരുടെ ലക്ഷ്യം എന്താണ്? ഇല്ലീഗലായിട്ട് നിയമം തെറ്റിച്ചുകൊണ്ട് ആരും വരണ്ട. നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ ഒരു രാജ്യത്തെ ഒരു ഭരണഘടന തന്നെ പോകുന്നത്. അപ്പൊ ആ നിയമം തിരിച്ച് ആരും വരണ്ട. നിയമം തിരിച്ച് വന്ന ആളുകൾ കാരണമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ് മണിപ്പൂരിൽ നിന്ന് കിട്ടുന്ന വിവരം. മുഖ്യമന്ത്രി തന്നെ പറയുന്നത് മണിപ്പൂരിലെ. അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് ഇത് പാകിയെന്നാ പറയുന്നത്. ഈ വിത്ത് പാകിയത് കോൺഗ്രസ് ആണെന്ന്. ഇനി വിളവെടുപ്പ് BJP എടുക്കണമെന്ന് പറഞ്ഞാൽ എന്തർത്ഥം എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. അപ്പൊ പാകിയ കോൺഗ്രസ് തന്നെ കിടന്ന് ടെൻഷൻ അടിക്കട്ടെ. എന്തായാലും ഇപ്പൊ കോൺഗ്രസിലെ മല്ലികാർജുൻ ഖാർഗെ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട്. അതിനൊരു മറുപടി പ്രതീക്ഷിക്കാം. BJP ഒക്കെ നിന്നിട്ട് തന്നെ, മോദിയൊക്കെ നിന്നിട്ട് തന്നെ ഇത് പരിഹരിക്കും എന്ന് തന്നെ വിചാരിക്കാം. കാരണം BJP-ക്കാർക്കെതിരെ ഭയങ്കരമായ പ്രക്ഷോഭമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. ബീരേൻ സിംഗിനെതിരെ പറയണ്ട, അയാൾ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മണിപ്പൂർ. എന്തായാലും തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ് മണിപ്പൂര് വളരെ ശാന്തതയോടെ സാധാരണ നമ്മള് പോലെ വരട്ടെ എന്നാണ്. തീവ്രവാദപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് തീവ്രവാദ ഭാഷയുമായി ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ഒരു വാർത്തയിൽ ഇത്രത്തോളം പ്രൊട്ടക്ഷൻ ഇപ്പൊ അദ്ദേഹത്തിന് എന്തിനാണ്. അദ്ദേഹം ഇപ്പോ എല്ലാവരെയും വിമർശിക്കുക. ഇപ്പത്തെ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം. സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വർഗീയ തീവ്രവാദ ഭാഷയുമായി മുസ്ലിം ലീഗ് CPM-ന്റെ അടുത്തേക്ക് വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാണക്കാട്ട് കുറേ തങ്ങൾമാരുണ്ട്, ആ തങ്ങൾമാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചാണ്. CPM നെടുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം EMS ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും SDP-യോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിൽ സാദിഖ് അലി തങ്ങൾക്ക് ഉത്തരവാദിത്വം പങ്കുമില്ലേ? രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണോ അത്? അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കില്ലേ? സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയേണ്ടതും പറയുകയില്ലേ? അത് പറയാൻ പാടില്ലെന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകുമോ? ആരെങ്കിലും അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞതിനോടുള്ള പ്രതികരണങ്ങളുടെ ഭാഷ തീവ്രവാദികളുടെ ഭാഷയാണ്. തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. വർഗീയ തീവ്രവാദ സ്വഭാവത്തിന്റെ ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അത് ഗുണം ചെയ്യില്ല. ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്ക് എതിരാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഭയങ്കര വ്യക്തമായ രീതിയിലാണ് അദ്ദേഹം ഓരോരുത്തർക്കിട്ടും ഇങ്ങനെ മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും താൻ വിമർശിച്ചത് പെർട്ടിക്കുലറായിട്ട് ഒരു തങ്ങളെയാണ്, അല്ലാതെ വേറെ പാണക്കാടുള്ള വേറെ തങ്ങൾമാരെ അല്ല. ഒരുപാട് തങ്ങൾമാരുണ്ട്. പക്ഷെ അദ്ദേഹം സാദിഖ് അലി തങ്ങളെയാണ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് എന്നുള്ളതും അദ്ദേഹം കോട്ട് ചെയ്ത് പറയുന്നു. ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലാണ് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തത്. അന്ന് രാജ്യത്താകമാനം മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. അന്ന് കേരളത്തിൽ ലീഗ് കോൺഗ്രസിനൊപ്പം അധികാരത്തിലാണ്.
ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ലീഗ് അണികളിൽ വികാരമുയർന്നു. പക്ഷേ ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസ് വിരുദ്ധ വികാരത്തിലായപ്പോൾ അത് ശമിപ്പിക്കാൻ അന്നത്തെ പാണക്കാട് തങ്ങളെ ഒറ്റപ്പാലത്ത് കൊണ്ടുവന്നു. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ലീഗ് പ്രവർത്തകർ വീടുകളിലെത്തി പറഞ്ഞിട്ടും ആരും പോയില്ല. അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പാണക്കാട് തങ്ങൾ. പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതിനാൽ ലീഗിന്റെ അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്ന് പിണറായി വിജയൻ വീണ്ടും ആവർത്തിക്കുന്നു. അതിന് ലീഗിന്റെ ചിലർ എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് എന്ന് മുഖ്യമന്ത്രി അവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് ലീഗ് പ്രവർത്തകരെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ തന്റെ നേർക്ക് വരുന്ന വിമർശന അമ്പുകൾക്കെതിരെയൊക്കെ തിരിച്ച് അമ്പുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. പിണറായി വിജയൻ ശക്തമായ ഭാഷയിലാണ് മുസ്ലിം ലീഗിനോടൊക്കെ ഇപ്പൊ സംസാരിച്ച് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് കേൾക്കുന്നത്. എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോകാരം എന്നുള്ളത് കൂടുതൽ പ്രതികരണങ്ങളോട് അദ്ദേഹം തന്നെ ഇപ്പൊ ഈ വരും കാലങ്ങളിൽ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനോ പാർട്ടിയുടെ നിലപാടിനോ ആര് പ്രവർത്തിച്ചാലും അദ്ദേഹം അതിപ്പോ ആരാണെങ്കിലും അദ്ദേഹം തിരിച്ചടിക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് തരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പേടിയില്ലായ്മയാണ്. എടുത്തടിച്ച് പറയുമ്പോ എന്തായാലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭീഷണിപ്പെടുത്തുമായിരിക്കുമല്ലോ. അതെ. അതിന്റെ ഇടയിൽ മറ്റു ചിലർ ഹിന്ദു മുസ്ലിം ചിത്രീകരണം വീഡിയോ നീക്കി BJP. ഹിന്ദു കുടുംബത്തിന്റെ വീട് ദരിദ്രരായ മുസ്ലിങ്ങൾ കയ്യേറുന്നത് ചിത്രീകരിച്ച വീഡിയോ BJP പിൻവലിച്ചു. അവിടെ അതിലും വലിയ വർഗീയത നടത്താൻ BJP ന്യൂഡൽഹിയിലാണ്. അതായത് ദരിദ്രരായ മുസ്ലിങ്ങൾ ഹിന്ദു കുടുംബങ്ങളുടെ വീട് കയ്യേറുന്നതായിട്ട് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നു BJP. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് അല്ലെ, ഒരു മതനിരപേക്ഷമായ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് ഈ ഇടയായിട്ട്, പ്രത്യേകിച്ച് BJP ഭരണത്തിൽ കയറിയതിനു ശേഷം. എല്ലാരും പറയുന്നത് നമ്മള് മതങ്ങൾ നോക്കാതെ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എന്നാണ്. പക്ഷെ ഇപ്പൊ കുറെ നാളുകളായിട്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഈ മതവർഗീയത ഒന്ന് കുറച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു BJPക്ക് കുറച്ചും കൂടി ഒരു നല്ല നിലനിൽപ്പ് കിട്ടും. എന്നിട്ടും അവരിത് കുറയ്ക്കുന്നില്ലെന്ന് അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. കേരളത്തിൽ പോലും ഈ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറ്റുമ്പോഴൊക്കെ ഇതുപോലെ ഓരോരോ വിഷം ചീറ്റാറുണ്ട് അല്ലെ. നോർത്ത് ഇന്ത്യ പിന്നെ പറയണ്ട, അവരുടെ മെയിൻ പൊളിറ്റിക്സ് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ മേടിച്ച് ജയിക്കുക എന്നുള്ളതൊക്കെയാ. അതൊരു മതന്യൂനപക്ഷമായതുകൊണ്ടാണ് അവർ ഇത്ര അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും സമമാണെന്നുള്ള നിലയിൽ മുന്നോട്ട് പോയാൽ അത് ഏത് പാർട്ടി ആയാലും അംഗീകരിക്കും, മുസ്ലിങ്ങളും അംഗീകരിക്കും. അപ്പം പക്ഷെ മതനിരപേക്ഷമാണെന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടാവണം, അല്ലെ മത തീവ്രവാദമാണെന്നുള്ള ബോധ്യം ഉണ്ടാവരുത്. ഹിന്ദുക്കളിലും തീവ്ര ഹിന്ദു എന്ന് പറയുന്നത് തീവ്രവാദം തന്നെയാണ്, അല്ല മുസ്ലിങ്ങൾ മാത്രമല്ല. ക്രിസ്ത്യാനികളിലും തീവ്ര ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തീവ്രവാദപരമാണ്. അതുകൊണ്ട് ഈ തീവ്രത ഒന്ന് കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദ വീഡിയോ നീക്കം ചെയ്തതായി BJP അറിയിച്ചുവെന്ന് ജാർഖണ്ഡ് ചീഫ് ഇലക്ടറൽ ഓഫീസർ K. രവികുമാർ പറഞ്ഞു. വീഡിയോ നീക്കം ചെയ്യാൻ X അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൺഗ്രസും JMM നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കമ്മീഷന്റെ നടപടി. ഒന്ന് ആലോചിക്കുക, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അത് വീഡിയോ ഇടാൻ കാണിച്ചൊരു മനോഭാവം, എന്നിട്ട് പരാതികൾ കോൺഗ്രസ് കൊടുത്തിട്ടാണ് അവർ നീക്കം ചെയ്തത് അല്ലേ. ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാക്കുന്നതാണ്. ഒന്നാമത് ഒരു കലാപ സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെയൊക്കെ വീണ്ടും അതിനെയൊക്കെ എരികേറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. അവരുടെ ആ ഒരു ക്ഷമ, ഒരു അസഹിഷ്ണുത തകർക്കാനായിട്ട് നമ്മളും ശ്രമിക്കരുത്. ആരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും മറ്റൊരു മതത്തിന്റെ രീതികളെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. അത് രാജ്യത്തിന്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ മാത്രം അതിനെ ചോദ്യം ചെയ്യണം. അപ്പോഴും ഒരു ടാർഗറ്റഡ് ആയിട്ട് ഒരു സമൂഹത്തെ നമ്മൾ ഡീൽ ചെയ്യരുത്. പ്രത്യേകിച്ച് ഇന്ന മതമായതുകൊണ്ട് അവരിങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. എല്ലാ മതങ്ങളിലും ഉണ്ട് കുഴപ്പക്കാര്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ മതത്തിൽ മാത്രമല്ല. ഈ മതമാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഈ മതമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഈ രാജ്യം എല്ലാവരുടെയുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യ എന്നുള്ളത് ഒരു ബഹുസ്വര രാജ്യമാണ്, ഒരു മതനിരപേക്ഷ രാജ്യമാണ്. അതെ, എല്ലാ ഇന്ത്യക്കാരുടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും പെടും. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന എല്ലാവരും പെടും, സിഖ് എല്ലാവരും പെടും. അതുകൊണ്ട് എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വിശ്വസിക്കുക. അതിനെ ഏകീകരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു അഖണ്ഡത
മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് പറയാന്നേ ഉള്ളൂ, പ്രവൃത്തിയിലൂടെ തെളിയിക്കണം, പ്രവൃത്തിയിൽ വരട്ടെ എന്നാണ് വിചാരിക്കുന്നത് അല്ലേ. അങ്ങനെ വേറൊരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. ഒരു എന്റർടൈൻമെന്റ് വാർത്തയാണത്. അയ്യോ, എന്റർടൈൻമെന്റ് വാർത്തയാണെന്ന് പറഞ്ഞ് കണ്ടത് എന്റർടൈൻമെന്റ് വാർത്തയല്ല, പക്ഷെ എന്റർടൈൻമെന്റ് വാർത്തയിലേക്ക് വരാം, ഒരു കൂടിച്ചേരലിന്റെ വാർത്തയിലേക്ക് വരാം, എന്നിട്ട് മറ്റൊരു ദുഃഖ വാർത്തയിലേക്ക് പോകാം. കാരണം അടുത്തടുത്ത കോളങ്ങളിലാണ് ആ രണ്ട് വാർത്തയുള്ളത്. അതിൽ ആദ്യത്തെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാം. കീർത്തി സുരേഷ് വിവാഹം കഴിക്കാൻ പോകുന്നു. ആരാധകരെ ചങ്ക് തകർന്നു. ആരുടെ ചങ്കാവുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കറിയില്ല. അത് തന്നെ ചില ആരാധകരുടെ ചങ്ക് തകർന്നു. കീർത്തി ഇഷ്ടമുള്ള ആരാധകരുണ്ടാകും. അപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നു. എന്തായാലും ആരാധകർ നിങ്ങൾ മനസ്സിലാക്കുക, എന്തായാലും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നല്ല, നിങ്ങൾ കീർത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ആരാധകർക്കെല്ലാം അങ്ങനെ ഒരു മെന്റാലിറ്റി ചിലർക്കുണ്ടെന്നല്ലേ, ചിലർക്കേ കാണത്തുള്ളൂ. അതായത് നടിമാര് അവിവാഹിതരായിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ചില ആരാധകരുണ്ടെന്ന് തോന്നുന്നു. ചിലര് മാത്രം, എല്ലാ ആരാധകർക്കും എനിക്ക് അല്ലെങ്കിൽ അവര് കീർത്തിക്ക് ഒരു ജീവിതം കിട്ടട്ടെ പ്ലീസ്. കീർത്തി സുരേഷ് കല്യാണം കഴിക്കട്ടെ, അവർക്കും വേണ്ട ഒരു ജീവിതം. അപ്പോ കീർത്തി സുരേഷിന് പ്രണയ സാഫല്യം, പ്രണയ കീർത്തി എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടിയാണ് മനോരമ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് കീർത്തി എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കല്യാണം കഴിക്കുമെന്നായിരുന്നു. അല്ല, ആരെയാണ് കല്യാണം കഴിക്കുന്നത്? കീർത്തിയുടെ ബാല്യകാല സുഹൃത്താണ്. അയ്യോ, വർഷങ്ങൾ നീണ്ട പ്രണയം. ഓക്കെ, വരൻ ബാല്യകാല സുഹൃത്ത് ആന്റണി തട്ടിൽ. പതിറ്റാണ്ട് നീണ്ട പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷും ബാല്യകാല സുഹൃത്തും കൊച്ചി സ്വദേശിയുമായ ആന്റണി തട്ടിലും വിവാഹിതരാകുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അടുത്ത മാസം ഗോവയിലാണ് വിവാഹ ചടങ്ങ്. കൊച്ചിയിലെ പഠനകാലത്ത് പൂട്ട പ്രണയമാണ് സഫലമാകുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള റിസോർട്ട് ശൃംഖല ഉടമയാണ് ആന്റണി തട്ടിൽ. ബിടെക് ബിരുദധാരിയായ ആന്റണി ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും ഇളയ മകളാണ് കീർത്തി. ബിടെക് ബിരുദധാരിയാണ് ആന്റണി. പിന്നെ ഇതറിയാം നമുക്ക്, സുരേഷ് കുമാറിന്റെയും മേനകയുടെയും ഇളയ മകളാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമയിലേക്ക് അവർ വരുന്നത്. ഒരു ചെറിയൊരു നെപ്പോ കിഡാണെന്നും പറയാം, പക്ഷെ നല്ല കഴിവുള്ള ഒരു അഭിനേത്രിയാണ്. നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മഹാനടി എന്നുള്ള സിനിമയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അതിൽ. മലയാളത്തിൽ മോഹൻലാലിനൊപ്പം തുടക്കം കുറിച്ച കീർത്തി ഏത് പടത്തിലായിരുന്നു അറിയോ? മണിച്ചിത്രത്താഴിന്റെ ഒരു ഗീതാഞ്ജലി, അത് തന്നെ. അതിലെന്താണ് പുള്ളിക്കാരുടെ ഫസ്റ്റ് അപ്പിയറൻസ്. അത് മോഹൻലാലിനൊപ്പം തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ് തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് ചുവട് മാറ്റിയിരുന്നു. തെലുങ്കിൽ മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് കീർത്തി സുരേഷിന്റെ വിവാഹവും വിവാഹാനന്തര ജീവിതവും മനോഹരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഒരുപാട് നാള് നീ രണ്ടുപേരുള്ളിടത്തോളം ആ ഒരു ബന്ധം നീണ്ടു പോകട്ടെ എന്ന് പറയാണ്. കാരണം സിനിമാ മേഖലയിലോ മറ്റുള്ള എന്റർടൈൻമെന്റ് മേഖലയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ പലപ്പോഴും പിരിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഖേദകരമായിട്ട് ഖേദകരമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. പല ഭയങ്കരമായ സന്തോഷത്തിലുള്ള ബന്ധങ്ങളും പിരിഞ്ഞു പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം മാസങ്ങൾക്കകം ഏതാനും വർഷങ്ങൾക്കകം പിരിഞ്ഞു എന്നൊക്കെ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അപ്പൊ കീർത്തി സുരേഷിന്റെ ജീവിതത്തിൽ, കീർത്തി സുരേഷ് ആന്റണി ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു മനോഹരമായ ഒരു ദാമ്പത്യം ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നേരത്തെ പിരിയുമെന്നൊക്കെ നെഗറ്റീവ് അടിക്കുന്ന സാഹചര്യം വരാൻ കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ സിനിമാ മേഖലയിലുള്ളവർ എന്റർടൈൻമെന്റ് മീഡിയയിലുള്ളവരൊക്കെ വിവാഹം കഴിക്കുന്നു, അത് വലിയ വാർത്തയാവുന്നു, പിന്നെ പെട്ടെന്ന് അവർ പിരിയുന്നതും വാർത്തയാവുന്നു ഒക്കെ പറയേണ്ടി വന്നതിന് വേറൊരു കാരണമുണ്ട്. ഇന്ന് തന്നെ അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഒരു AR റഹ്മാൻ എന്ന് നമ്മൾ വിളിച്ചിരുന്ന AR റഹ്മാന്റെ കുടുംബജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹം തമ്മിൽ പിരിയാൻ പോകുന്നു എന്ന വാർത്തയാണ്. അതാണ്, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്, ചുമ്മാ നെഗറ്റീവ് അടിച്ചതല്ല. ഈ ഒരു വാർത്തയിലേക്ക് വരുന്നതിന്റെ ഘട്ടമായിട്ടാണ് അങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അത് AR റഹ്മാനൊക്കെ അത്രത്തോളം എന്താ പറയാ, മൂല്യങ്ങൾക്കും സ്നേഹത്തിനും നന്മയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഒരു ആശങ്കയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. AR റഹ്മാനും സൈറയും വേർപിരിയുന്നു. പിരിയുന്നത് 29 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം. എനിക്ക് ഈ വാർത്ത വായിക്കാനുള്ള ഒരു ധൈര്യമില്ല, നീ വായിക്കൂ. വേദനയോടെയാണ് ഈ തീരുമാനം എടുക്കുന്നതെന്നും ഒത്തുചേരാനാവാത്ത വിധം അകൽച്ചയിലായെന്നും സൈറ പറയുന്നു. തീരുമാനം സ്ഥിരീകരിച്ച് സൈറയുടെ വക്കീല് പത്രക്കുറിപ്പ് പുറത്തിറക്കി. 1995 വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒരുമിച്ചത്. രംഗീല, ബോംബെ തുടങ്ങിയ സിനിമകളുമായി വധുവിനെ അന്വേഷിക്കാൻ പോലും കഴിയാത്ത വിധം തിരക്കിലായിരുന്ന തനിക്ക് വേണ്ടി അമ്മയാണ് സൈറയെ നിശ്ചയിച്ചതെന്ന് റഹ്മാൻ വെളിപ്പെടുത്തിയിരുന്നു. ഇവർക്ക് 3 മക്കളും ഉണ്ട്. 3 മക്കളുണ്ട്. ആ 3 മക്കളും
അവരവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ മ്യൂസിഷ്യനാണ്, മറ്റൊരാൾ വളരെ എന്താ പറയുക ഒരു ഓർത്തഡോക്സ് ആയ രീതിയിൽ നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം കൺസെപ്റ്റിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈവൻ എന്താണ് മുസ്ലിം വേഷം ഉണ്ടല്ലോ, അതിനെന്താ പറയുക, പർദ്ദയൊക്കെ അണിഞ്ഞൊക്കെ വളരെ എന്താണ് നിയമങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ മറ്റൊരു ആൾ ഭയങ്കര മോഡേണുമാണ്. അങ്ങനെ തൻ്റെ മക്കളെ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും വിടുന്ന ഒരു ഫാദറാണ് AR റഹ്മാൻ. 3 പേരെയും അവരവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം വിട്ടിരിക്കുന്നത്. നല്ലൊരു കുടുംബജീവിതമായിരുന്നു, മാതൃകാപരമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഭാര്യ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതായത് സ്നേഹമുള്ളപ്പോൾ തന്നെ എന്താണ് അടുക്കാൻ പറ്റാത്ത വിധം അകലത്തിലാണ് ഞങ്ങൾ എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഇറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് വരുന്നത്. ഇത് ഡീൽ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇരു കൂട്ടർക്കും കൊടുക്കട്ടെ. അതുണ്ടായതുകൊണ്ടാണല്ലോ അവര് ഡിവോഴ്സ് എന്നുള്ളതിലേക്ക് പോകുന്നത്. പക്ഷെ AR റഹ്മാന്റെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. ധനുഷിന്റെ ഒക്കെ ഡിവോഴ്സ് പോലെയല്ല. ധനുഷ് അങ്ങനെയൊക്കെ നമുക്കത് പ്രഡിക്റ്റബിളാ. വേറൊന്നുമല്ല, അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ. ധനുഷ് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ അവർ ഒരുപാട് എന്താണ് നടിമാരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഉള്ള വാർത്തകളും പുറത്തു വരലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു വൈഫിന് തീരുമാനം എടുക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, എനിക്ക് വേണ്ട, കാരണം അവരവരുടെ വഴിക്ക് വിടാമെന്നുള്ളത്. പക്ഷേ AR റഹ്മാന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നിരുന്നാലും എന്തായാലും അവർക്ക് ആ ഒരു ഇത് തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്തായാലും, അല്ലെ? AR റഹ്മാൻ കൂടുതൽ നല്ല മ്യൂസിക്സ് ഒക്കെ ഇനിയും സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. എന്തായാലും അദ്ദേഹം വിട്ടുകളയില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ലവ് ഫെയിലിയർ സോങ്സ് ഒക്കെ അടിപൊളിയാ. മറ്റേ കാണവില്ലേ നേറ്ററോഡ് ആ പാട്ടൊക്കെ അടിപൊളിയാ. പ്രത്യേകിച്ച് ഈ ലവ് ഡിപ്രഷൻ സോങ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നാലും ഓരോ കഷ്ടകാലത്തിന് ഓരോ സമയത്ത് ഓരോന്ന് വരുന്നതാണ് വായിൽ. ക്ഷമിക്കണം. എന്തായാലും നല്ലൊരു രീതിയിൽ അവർക്ക് പിരിയാൻ സാധിക്കട്ടെ. അല്ല, അങ്ങനെ എന്ത് പറയാനാണ് ഈ അവസരത്തിൽ എനിക്ക് മനസ്സിലാവണല്ല എന്താ പറയേണ്ടതെന്ന്. അവരെന്തായാലും പിരിയാൻ തീരുമാനിച്ചു, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഓക്കെ പിന്നെ വക്കീലിനെതിരിടയിൽ വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്നാ സംസാരിച്ച് അവര് ഒന്നിക്കട്ടെ വീണ്ടും. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്, ഇങ്ങനെ പിരിയണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ പിരിയണ വാർത്ത പറയാതെ ഒന്നിക്കുന്ന വാർത്ത പറഞ്ഞത്. ഒന്നിക്കുന്നവരൊന്നും പിരിയാതിരിക്കട്ടെ, പിരിഞ്ഞവരൊക്കെ ഒന്നിക്കട്ടെ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നീതു എന്താ പറയാനുള്ളത്? അത്രേ നീതുവിനും പറയാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തടുത്ത വാർത്തകളിലേക്ക് പോകാം. പിന്നെ നടൻ സിദ്ദിഖിന് സ്ഥിരജാമ്യം നൽകി സുപ്രീം കോടതി. പ്രധാനമായിട്ടൊന്നും ആ വാർത്ത ഒരു പത്രം കൊടുക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. നടൻ സിദ്ദിഖിന് സ്ഥിരജാമ്യം നൽകി സുപ്രീം കോടതി. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാൾ പോലീസിനെ സമീപിക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്ന് ചോദ്യം. സിദ്ദിഖിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാൾ എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ വൈകിയെന്നാണ് ചോദിക്കുന്നത്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പത്രങ്ങളുടെ റിപ്പോർട്ടിംഗ് കണ്ട, യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നിന്ന് അവർ ഓൾറെഡി ഫിക്സഡ് ആക്കി. ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട കേസിൽ എന്നുപോലും എഴുതിയിട്ടില്ല. അല്ല, എന്ന് എഴുതിയിട്ടും കൂടി ഇല്ല. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ, കോടതി എന്ത് പരിപാടി കാണിച്ചെന്നല്ലേ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോ ഏതൊരാളും എങ്ങനെ ചോദിക്കൂലേ, അത് കൊള്ളാലോ കോടതി, ആഹോ അതെന്ത് ട്രെൻഡാ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ധൈര്യമുണ്ടായിട്ടും പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെയും പരാതിക്കാരുടെയും ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് സിദ്ദിഖിന്റെ താൽക്കാലിക ജാമ്യം സ്ഥിരപ്പെടുത്തിയത്. സ്ഥിര ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇനി സ്ഥിരമായി അദ്ദേഹത്തെ സിനിമയിൽ കാണാം. എല്ലാവർക്കും ഇനി സ്ഥിരമായി സിദ്ദിഖിനെ സിനിമയിൽ കാണാം. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് മനോരമ പച്ചയ്ക്ക് കൊടുക്കുന്നത്. ബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യം എന്നാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു സിദ്ദിഖിനോട് എന്തോ ഒരു വൈരാഗ്യമുള്ള ഒരാളെ തന്നെ എഴുതിയേക്കുന്നത്. സിദ്ദിഖ് ചെയ്തത് ശരിയല്ല എന്നുള്ളൊരു, അല്ലേ? തെളിവുകൾ വരെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പോ പത്രക്കാർ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവർക്ക് പൊളിഞ്ഞു, അവർ ഇത്ര നാളെ ഓടിയതൊക്കെ വെറുതെ. അവരെന്തായാലും സ്ഥിരമായിട്ട് ജാമ്യം കിട്ടിയ സിദ്ദിഖിന് ആശംസകൾ. ഇനി എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാ, അല്ലെ ജീവിതം.
അല്ലാതെ എന്ത് പറയാനാ, പരാതിക്കാരുടെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുന്നു. എന്ത് ചെയ്യാൻ, ഇവിടുത്തെ നിയമങ്ങളും അതുപോലനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് സ്ത്രീകളെങ്കിലും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു വെക്കുക. അന്നേരം നമുക്ക് തെളിവ് ശേഖരിക്കാൻ പറ്റുമോ? നമ്മൾ ഷോക്ക്ഡ് ആവില്ലേ? ഷോക്ക്ഡ് ആവുമ്പോ ഉടനെ തന്നെ പറയാ, എന്ത് തെളിവ്? ഷോക്ക്ഡ് അല്ല, ഷോക്ക്ഡ് അടുത്ത ദിവസം തന്നെ കംപ്ലൈന്റ് ചെയ്യാ അല്ലെ? അത് പറ്റുമല്ലോ. എന്താ നമ്മുടെ തെളിവ് വേണമല്ലോ, കോടതിക്ക് വേണ്ടത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ അടുത്ത ദിവസം വിശ്വസിക്കും. ഇവര് ചോദിക്കുന്നത് എന്തുകൊണ്ട് വൈകിയെന്ന. സുപ്രീം കോടതി അങ്ങനെ ചോദിക്കുമ്പോ വൈകരുതെന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും വൈകരുത്. എന്തെങ്കിലും കുറ്റാരോപണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയാ. അപ്പൊ പറയാം, ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിലും പറയാമല്ലോ. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒരു കേസ് രജിസ്റ്ററെങ്കിലും ചെയ്തിട്ട് അവര് അന്വേഷിച്ചാലും മാറ്റർ അല്ല. പക്ഷെ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇമെയിലെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ തെളിവാണ്. അതുകൊണ്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കാലം നീണ്ടുപോയി, കുറെ നാൾ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കുമ്പോൾ വീണ്ടും അത് ആയിട്ട് വരാതെ സംഭവിച്ച സമയത്ത് തന്നെ പ്രതികരിക്കുക. ഇനി പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതികരിക്കുക. അവിടെ നിന്ന് കുതറി മാറി എവിടെ നിങ്ങൾ എത്തുന്നോ ആ സാഹചര്യത്തിൽ വെച്ചെങ്കിലും പ്രതികരിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള ആളുകളൊന്നും അതുപോലെ ഇങ്ങനെ നിയമത്തിന്റെ പരീക്ഷയിലൊക്കെ ഇങ്ങനെ രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ വരുത്താതിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ? അത് അനുഭവിക്കുന്ന ആണുങ്ങളായാലും സ്ത്രീകളുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആണുങ്ങളും ഉണ്ട്. ആണുങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യും. പിന്നെ ആണുങ്ങൾക്ക് ഒരു മടിയാണ് സ്ത്രീകൾക്കെതിരെയൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ. അവൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്ത് എത്ര ആണുങ്ങളുണ്ട്? കൊടുക്കണം ഒരു ചളിപ്പാണ്. കൂട്ടുകാരന്മാർ കളിയാക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചളിപ്പ്. അല്ലാതെ തന്നെ എന്താ കൊടുക്കുന്ന പോലെ മോഡൽസ് ഒക്കെ ആയിരിക്കും. മോഡലാവാനായിട്ട് ആണുങ്ങൾ ഒരുപാട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഞാൻ പല പേരുകളും ഇനി പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല. സിദ്ദിഖ് അഭിനയിച്ച സിനിമകളുടെ സംവിധായകരുടെ പേര് വരെ പറയേണ്ടി വരും. അതുകൊണ്ട് നിയമത്തിന്റെ പരിരക്ഷ അവരെന്തായാലും ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് ഞെളിഞ്ഞു നടക്കാം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കുറ്റബോധത്തോടുകൂടി ഇനിയുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെ? സ്പോർട്സ് പേജിലേക്ക് പോയാലും ഇത് നമ്മുടെ സമയം ഇങ്ങനെ ഒരു മണിക്കൂറിലോട്ട് എത്തുകയാണ്. അപ്പൊ എന്തായാലും ഒറ്റ മണിക്കൂറിൽ കൂടുതൽ വാർത്തകൾ എന്നുള്ളതാണ് നമ്മുടെ ട്രെൻഡ്. അപ്പോ എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകാൻ പോവാണ്. വാ എന്ന് പറയാണ്. മോസ് എന്നുണ്ട് കേട്ടടുത്ത്. വാമോസ് എന്നാണ്. അതിൽ വാ മാത്രം കുറച്ച് നീട്ടിട്ടിരിക്കണേ. എന്താണ് ഈ വാ? എന്താ ഉദ്ദേശിക്കുന്നത്? വായോന്ന്. എങ്ങോട്ട് വായോ? കേരളത്തിലേക്ക് വായോ. ആരോട്? അർജന്റീന. അർജന്റീന ക്ഷണിക്കാണ് കേരളം. ഒന്ന് ആലോചിച്ച് നോക്കി. അർജന്റീന വരാൻ പോകുന്നത് വല്ല അറിയണ്ട അല്ലെ? മെസ്സി വരുന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഒന്ന് പോവല്ല. മെസ്സി വരും. ഇന്ന് നെഗറ്റീവ് അടിക്കല്. അത് പോയി. മെസ്സി വരും. മെസ്സി വരാതിരിക്കാൻ പറ്റും? മറ്റേ സിനിമയിലെ പോലെ ജോഷിനെ ചതിച്ചാൽ മോഹൻലാൽ വരും എന്ന് പറഞ്ഞിട്ട് മെസ്സി വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അല്ല, അർജന്റീന ബാക്കി വേറെ പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും മെസ്സി വരും എന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ഈ വാർത്ത വായിച്ച് തുടങ്ങുകയാണ്. വാമോസ് അർജന്റീന. വാ എന്നാ പറയുന്നത്. അർജന്റീന ഫുട്ബോൾ എന്നായിപ്പോയി. അർജന്റീന ഫുട്ബോൾ ടീം 2025 അവസാനം കേരളത്തിലേക്ക്. ലയണൽ മെസ്സി വരുമോ എന്ന് ഉറപ്പില്ല. പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കും പ്ലീസ്. കൊടുക്കാൻ പൈസ ഒന്നുമില്ല. എന്നാലും സ്നേഹം ഒരുപാടുണ്ട്. ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഒരുപാട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അല്ലെ? ഒരുപാട് ആരാധകരുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വരവായിരിക്കും അത്. കേരളത്തിലും ഒരു 2 കോടി ജനങ്ങളെങ്കിലും വേണമെങ്കിൽ വരാം. ഒന്ന് വായോ പ്ലീസ്. 2 കോടി തരാനില്ല. വായോ. സ്നേഹമുണ്ട്. ലോക ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീനയെ കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു പടി കൂടി മുന്നേറിയതായി സംസ്ഥാന കായിക വകുപ്പ്. അടുത്ത വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ടീമിനെ കേരളത്തിൽ എത്തിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി പ്രാഥമിക ധാരണയിൽ എത്തിയെന്നാണ് സൂചന. ദൈവമേ, അണ്ടർ-19 ടീമൊന്നും വിടല്ലേ. അവരുടെ ടിവിയിൽ കേട്ടോളാം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് രാവിലെ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നടത്തും. ടീമിനൊപ്പം ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളിൽ ആരൊക്കെ എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. 2 മത്സരങ്ങളാകും ടീം കേരളത്തിൽ കളിക്കുക. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന ഏഷ്യൻ ടീമാകും എതിരാളികളെന്നാണ് വിവരം. ഒരു വേദി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഓ മൈ ഗോഡ്. അനൂപേ, കൊച്ചിക്ക് പോടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ അനൂപുണ്ട്. അനൂപ് ഭയങ്കര ഫുട്ബോൾ ഫാനാ. ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോകാന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്തിനാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്നത്? മഞ്ഞപ്പട നമുക്ക് വേണ്ട. മഞ്ഞപ്പടനെ മറ്റു പല പേരുകൾ പറഞ്ഞാണ് ഇപ്പോൾ. മഞ്ഞപ്പട ഫാൻസ് ആണ് കേട്ടോ ബ്ലാസ്റ്റേഴ്സ് ഭയങ്കരമായ അനീതിയാണ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ആരാധകരോട് ചെയ്യുന്നത്. ആ സാഹചര്യത്തിലാണ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് അർജന്റീനയുടെ കളി വരുന്നത്.
അതിനെന്തായാലും പോകണം, ടിക്കറ്റ് ഇട്ടാണ് സംശയം. അപ്പൊ എന്തായാലും ഒരു കളി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്, കൊച്ചി. രണ്ടാമത്തെ വേദി മലപ്പുറത്ത് നിർമ്മിക്കുന്ന പുതിയ സ്റ്റേഡിയം ആകുമെന്നായിരുന്നു മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനാൽ രാജ്യാന്തര മത്സര വേദിയായ തിരുവനന്തപുരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയവും പരിഗണനയിലുണ്ട്. പക്ഷേ നിലവിൽ കേരളത്തിലെ ഏക രാജ്യാന്തര ക്രിക്കറ്റ് മത്സരവേദിയായി ഇവിടെ പിച്ചടക്കം പൊളിച്ചു മാറ്റി ഫുട്ബോൾ ടർഫ് ഒരുക്കണമെങ്കിൽ വലിയ ചെലവും അധ്വാനവും വേണ്ടിവരും. എങ്കിൽ പിന്നെ ആ മലപ്പുറത്തെ അതിനെ ശരിയാക്കിയ പോരെ. അത് 1 വർഷത്തിനുള്ളിൽ ശരിയാവണ്ടേ? അതുകൊണ്ട് എന്തായാലും മറ്റേത് ശരിയാക്കണ്ടേ. അപ്പോൾ ടീമുകളുടെ പ്രതിഫലം അടക്കം 200 കോടിയിലേറെ രൂപ വേണ്ടിവരുമെന്നാണ് സൂചന. ഈ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നും സർക്കാരിന് ചെലവൊന്നും ഇല്ലെന്നുമാണ് കായിക വകുപ്പ് പറയുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകൾക്കായി കായിക മന്ത്രിയും ഉദ്യോഗസ്ഥരും 2 മാസം മുമ്പ് സ്പെയിൻ സന്ദർശിച്ചിരുന്നു. കേരളത്തിലെ മത്സരവേദികൾ പരിശോധിക്കാനായി അർജന്റീന പ്രതിനിധികൾ ഈ വർഷം എത്തുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അടുത്ത വർഷമാവും ആ സന്ദർശനം എന്നാണ് ഇപ്പോഴത്തെ വിവരം. നന്നായി, അല്ലെങ്കിൽ ഇവിടുത്തെ പിച്ചൊക്കെ കണ്ട് അവർ ഓടിയാനെ. അതിനുശേഷമാകും അന്തിമ തീരുമാനം. കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ധാരണയായെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിൽ അർജന്റീനയൊക്കെ ഭയങ്കര നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ്, അർജന്റീന ബ്രസീലൊക്കെ. കാരണം ഇവരൊക്കെ ഭയങ്കരമായ വികസിത രാജ്യങ്ങളൊന്നും അല്ല, ഫുട്ബോളാണ് അവരാക്കിയത്. അർജന്റീന, ബ്രസീൽ, ഉറുഗ്വ ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളെ ഫുട്ബോളാണ് വളർത്തിയതെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് മറ്റു രാജ്യങ്ങളിലും ചില ഫുട്ബോൾ വളരാതെ കിടക്കുന്ന രാജ്യങ്ങളിലും ഫുട്ബോളിന്റെ പ്രാധാന്യം എത്തിക്കണമെന്നും കോച്ചിങ് സെന്റർ തുടങ്ങണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ. കാരണം ഫാൻസ് അസോസിയേഷനൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചില വാർത്തകളൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് കേരളത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജന്റീനക്കാർക്കും അർജന്റീന അസോസിയേഷനൊക്കെ. അതുകൊണ്ട് ആ ചർച്ച നടത്താൻ പറ്റുന്ന പോലെ അതുകൊണ്ടാണ്. മെസ്സി വരൊന്നും ഉറപ്പില്ല. ഇപ്പൊ തന്നെ 200 കോടിയാണ് അവർക്ക് വേണ്ടത് തന്നെ. സർക്കാർ 200 കോടി. പിന്നെ അവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ ഇല്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് 200 കോടി കണ്ടെത്താൻ സാധിക്കുക? പക്ഷേ പിരിച്ചെടുക്കാൻ പറ്റും. മലപ്പുറത്തൊക്കെ പോയാൽ മതി. ബക്കറ്റൂര് നടത്തരുത്, വേറെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മളിങ്ങനെ പിരിക്കാറില്ലേ, അതുപോലെ പിരിക്കണം. മെസ്സി വരും എന്നൊക്കെ പറഞ്ഞ് പിരിച്ചു കഴിഞ്ഞാൽ 200 കോടിയല്ലേ, അനൂപിന്റെ 1 മാസം ശമ്പളവും കൊടുക്കും. അമ്മാതിരി ഫാനാനൊക്കെ, മനസ്സിലായോ? അതുകൊണ്ട് മെസ്സി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലേ? മെസ്സി വരട്ടെ, അർജന്റീന വരട്ടെ, അതോടൊപ്പം മെസ്സി വരട്ടെ. പിന്നെ അടുത്തത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യക്ക് ആശങ്കയും പ്രതീക്ഷയും. പുജാര ഒന്നും കളിക്കുന്നില്ല, പുജാര ഇല്ല, പന്തുണ്ടെന്നാ പറയണേ, പന്താണ് കളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഋഷഭ് പന്തിന് നല്ല റെക്കോർഡാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് തകർക്കും എന്നാണ് വിചാരിക്കുന്നത്. ഓസീസിന്റെ പേസിന് മുന്നിൽ ഇന്ത്യൻ പ്രതിരോധത്തിന് കോട്ട കെട്ടിയിരുന്ന ചേതേശ്വർ പൂജാര ഇല്ലാതെ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ടെസ്റ്റ് മത്സരത്തിനെത്തുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ 11 ഇന്നിംഗ്സുകളിലായി 3 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും അടക്കം 993 റൺസ് നേടിയ പൂജാര 2020-21 പരമ്പരയിൽ 4 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 279 റൺസാണ്. അപ്പോൾ 3ാം നമ്പർ ബാറ്റിംഗ് പൊസിഷനിൽ പൂജാരയുടെ പിൻഗാമിയെത്തി ആരാണ്? ശുഭ്മൻ ഗില്ല. ഇവരൊക്കെ എന്ത് കാണിക്കണമെന്നോ പേടിയാണ്. കാരണം കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ 8 നില മൂഞ്ചിയതാണ്, 8 നിലയിൽ പൊട്ടിയതാണ് ഇന്ത്യൻ ടീം. കഴിഞ്ഞ ടെസ്റ്റ് പരമ്പര ആർക്കെതിരെയാണെന്ന് അറിയാലോ? ആർക്കെതിരെയാണ്? നമ്മളെ പൊട്ടിച്ചിട്ടുള്ള ടീമിന്റെ പേരെന്താ? ന്യൂസിലൻഡിനെതിരെ. കളി കാണണം, അല്ലാണ്ട് പിന്നെ കളി കാണാതെ പിന്നെ എന്ത് ജീവിതം? ക്രിക്കറ്റ് കളി കാണാതെ എന്ത് ജീവിതം? അപ്പോ ഉറപ്പായിട്ടും പൂജാര ഇല്ലാത്തത് പ്രതിഫലിക്കും. പിന്നല്ലാതെ പൂജാര ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്ന ബാറ്റ്സ്മാനാ. പൂജാര ഇല്ലാതെ ഓസ്ട്രേലിയക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂസിലൻഡിനെതിരെ കണ്ടില്ലേ, പൊട്ടുവന്നാ 8 പൊട്ടിയേക്കാം. ഇനി ഓസ്ട്രേലിയ അല്പം മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ജയിക്കായിരിക്കും. അപ്പൊ എന്തായാലും ഓസ്ട്രേലിയക്കെതിരെ ആവുമ്പോ പൂജാരൊക്കെ വേണമായിരുന്നു. നിങ്ങൾ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നത് BCCI? എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി വാർത്തകളൊന്നും വായിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് പൂജാരില്ലാത്ത ഇന്ത്യൻ ടീമായിട്ട് നിങ്ങൾ ഇറങ്ങാൻ പോവാ? ഇനി നിങ്ങളുടെ മാത്രം റിസ്ക്കാ ആ പിള്ളേരെ ഭാവിയാണ് നശിപ്പിക്കുന്നത്. കാരണം എന്താ, അവന്മാരങ്ങനെ ഔട്ടായി കഴിഞ്ഞാൽ അവന്മാർ തീർന്നു വെടിക്കെട്ട്. പിന്നെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ. ഒരു സുപ്രധാന വാർത്തയാണ് പുറത്തു വന്നത്. സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. ഓൾറെഡി അറിയാലോ, IPL. അതിൽ രാജസ്ഥാൻ റോയൽസ് എന്നൊരു ടീമുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. ആ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. ഇപ്പോൾ ഇത് മറ്റൊരു ക്യാപ്റ്റൻ സ്ഥാനം കൂടി ഇന്ത്യൻ ടീമിലല്ല. അറിയാം, നിങ്ങൾക്ക് അറിയാമെന്നറിയാം ഇന്ത്യൻ ടീമിലല്ലായിരിക്കും എന്നുള്ളത്. പക്ഷെ കേരള ടീമിന്റെ ക്യാപ്റ്റനാണ് സഞ്ജു. സഞ്ജുവിനെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഷ്താഖ് അലി ടൂർണമെന്റിൽ, ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ സഞ്ജു സാംസന്റെ ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ക്യാപ്റ്റനായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. മുഷ്താഖ് അലിക്ക് വേണ്ടിയുള്ള T20 ടീമിലാണ് കേട്ടോ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ അയക്കുന്നത്.
സച്ചിൻ ബേബി, രോഹൻ എസ് കുന്നുമ്മേൽ, ജലജ് സക്സേന, വിഷ്ണു വിനോദ്, മുഹമ്മദ് അസറുദ്ദീൻ, ബസിൽ തമ്പി. മുഹമ്മദ് അസറുദ്ദീനൊക്കെ ടീമിലുണ്ട്. പണ്ടത്തെ കളിക്കാരൻ്റെ പേരാ മുഹമ്മദ് അസറുദ്ദീൻ. ബേസിൽ തമ്പി, പിന്നെ സൽമാൻ നിസാർ, PA അബ്ദുൽ ബാസിദ്, അഖിൽ സ്കറിയ, M അജ്നാസ്, സിജോ മോൻ, ജോസഫ്, S മിഥുൻ, വൈശാഖ് ചന്ദ്രൻ, CV വിനോദ് കുമാർ, MD നിതീഷ്, NP ബേസിൽ, NM ഷറഫുദ്ദീൻ എന്നിവരാണ് ടീം അംഗങ്ങൾ. 23 മുതലാണ് ഹൈദരാബാദിൽ കളികൾ നടക്കുന്നത്. കേരളത്തിൻ്റെ മത്സരങ്ങളും ആ ദിവസം തന്നെ തുടങ്ങും. എന്തായാലും മുഷ്തഖ് അലി ടൂർണമെന്റിൽ ട്രോഫിയായിട്ട് കേരളത്തിലേക്ക് സഞ്ജു സാംസൺ നയിക്കുന്ന ടീം വരട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹം. എന്തായാലും വളരെ സുപ്രധാനമായ വാർത്തകളാണ് സ്പോർട്സ് പേജിലുള്ളത്. സഞ്ജു സാംസന്റെ വാർത്തകൾ നമ്മൾ മിസ് ചെയ്യാതെ വായിച്ചതാണ്. പിന്നെ എല്ലാവരുടെയും പേര് വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഒരു കോളങ്ങളിലായിരിക്കും അവരുടെ വാർത്ത വരിക, കേരള ടീമിന്റെ കളിയൊക്കെ. അതുകൊണ്ട് എല്ലാവരുടെയും പേര് വായിച്ചതാണ്. ടീമിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും സ്പോർട്സ് പേജിലെ പ്രധാനപ്പെട്ട വാർത്തകളും നമ്മൾ വായിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് സ്പോർട്സ് പേജിലെ കുറച്ച് വാർത്തകളുടെ തലക്കെട്ട് മാത്രം വായിച്ചാൽ, പ്രധാനമായിട്ട് നദാലിന് ആദ്യ മത്സരത്തിൽ തോൽവിയുണ്ട്. വിരമിക്കൽ ചാമ്പ്യൻഷിപ്പിലെ ആദ്യ മത്സരത്തിൽ സ്പാനിഷ് താരം റഫേൽ നദാലിന് തോൽവിയാണ്. ഡേവിസ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരായ സ്പെയിനിന്റെ ആദ്യ സിംഗിൾസ് മത്സരത്തിനിറങ്ങിയ 38-കാരൻ നദാൽ 29-കാരൻ ബോട്ടിക് വാൻഡെ സാൻ ഷുൽപ്പിനോടാണ് പരാജയം സമ്മതിച്ചത്. അതുപോലെ ക്രിക്കറ്റിലൊരു വാർത്ത, മിന്നു റിട്ടേൺസ്. 10 മാസം ഇടവേളയ്ക്ക് ശേഷം മിന്നുമണി വീണ്ടും ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുകയാണ്. മലയാളി താരം മിന്നുമണി വീണ്ടും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ദേശീയ ടീമിലേക്ക് മിന്നുവിന്റെ തിരിച്ചുവരവ് ഉണ്ടാകുന്നതാണ് എന്നൊരു വാർത്തയും ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ പത്രവാർത്താസ് സ്പോർട്സ് പേജിന്റെ ഈ ഒരു വിശദീകരണത്തോടെ കഴിയുകയാണ്. അപ്പം എല്ലാവരും രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിനി പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ പോവുകയാണ്. നാളെ വീണ്ടും കാണാം പത്രവാർത്താസിലൂടെ. ടാറ്റ.